ഹലോ വെൽക്കം ടു Aamis ഫാം. 9th സ്റ്റാൻഡേർഡിൻ്റെ ഫിസിക്സിലെ 3rd ചാപ്റ്റർ നമ്മൾ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലാസ്റ്റ് പോർഷൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്യുന്നത് കേട്ടോ. ലെറ്റസ് ആസസ് വിലയിരുത്താം എല്ലാം ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതിന് മുൻപായിട്ട് നമ്മൾ എക്സാം ടൈമിലെല്ലാം നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ബാക്കി എല്ലാ ഇൻഫോർമേഷൻസും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. ഷുവർ ക്വസ്റ്റ്യൻസും എല്ലാതും എപ്പോഴും പറയാറുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് ഒരു 75% അങ്ങനെ പറയാൻ പറ്റില്ല, ഒരു 95 തന്നെ നമുക്ക് പറയാം. 95% അതിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് റിപ്പീറ്റഡ് ആയിട്ട് വരാറുള്ളത്. സോ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റും കേട്ടോ. നമുക്കറിയാം 10th ഒരു ബേസ് നമുക്ക് 9th സ്റ്റാൻഡേർഡിൽ നിന്നാണ് കിട്ടുന്നത്. സോ നല്ല രീതിയിൽ ഇവിടെ സ്കോർ ചെയ്താൽ മാത്രമേ നമുക്ക് അവിടെ നല്ലൊരു അച്ചീവ്മെൻറ്റ് കിട്ടുള്ളൂ. സോ അതിനായിട്ട് നമ്മുടെ ചാനൽ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് എല്ലാ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും നമുക്ക് ഷെയർ ചെയ്ത് പഠിച്ച് അങ്ങനെ പോകാം. അപ്പം നമ്മുടെ നോട്ടിഫിക്കേഷനൊക്കെ കിട്ടാനായിട്ട് നിങ്ങൾ ഓൾ കൂടി സബ്സ്ക്രൈബ് ചെയ്തിട്ട് ക്ലിക്ക് ചെയ്യുക കേട്ടോ. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മളവിടെ നിർത്തിയ പോർഷൻ തുടങ്ങുകയാണ് ഇമ്പൾസ്. ഇമ്പൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇമ്പൾസീവ് ഫോഴ്സ് ഈസ് വെരി ലാർജ് ഫോഴ്സ് ആക്ടിങ് ഫോർ എ വെരി ഷോർട്ട് ടൈം. വലിയൊരു ഫോഴ്സ് ചെറിയൊരു സമയത്തിൽ അവിടെ പ്രയോഗിക്കുക. ഇമ്പൾസ് ഓഫ് ഫോഴ്സ് ഇസ് ദ പ്രൊഡക്റ്റ് ഓഫ് ദ ഫോഴ്സ് ആൻഡ് ടൈം. ഫോഴ്സും ടൈമും കൂടി ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇമ്പൾസ് കിട്ടും. ഫോഴ്സിൻ്റെ ഇക്വേഷൻ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ലാസ്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഫോഴ്സ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതിൽ വി മൈനസ് യു ബൈ ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ത്വരണം. ഓക്കെ, അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ ഫസ്റ്റ് വീഡിയോ കണ്ടിട്ട് ഈ ഒരു വീഡിയോയിലേക്ക് വരിക കേട്ടോ. കാരണം നമുക്കതിൽ നല്ല രീതിയിൽ നമ്മൾ ബേസ് ക്വസ്റ്റ്യൻസ് ഒക്കെ കുറേ കാൽക്കുലേറ്റ് ചെയ്യുന്നുണ്ട്, കുറേ പ്രോബ്ലംസ് വരുന്നുണ്ട്, അതൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് പ്രോബ്ലം ഉറപ്പാണ് കേട്ടോ. സോ ഇമ്പൾസ്, ആവേഗം. ചെറിയ ഒരു സമയത്തേക്ക് പ്രയോഗിക്കുന്ന വലിയ ബലമാണ് ആവേഗബലം. ബലത്തിൻ്റെയും സമയത്തിൻ്റെയും ഗുണനഫലമാണ് ബലത്തിൻ്റെ ആവേഗം. അപ്പോൾ ആ ഇക്വേഷൻ കിട്ടിയല്ലോ. ഇനി എങ്ങനെയാണ് ഇത് മാത്തമാറ്റിക്കലായിട്ട് അല്ലെങ്കിൽ എന്താ പറയുക ഗണിത രൂപത്തിൽ നമ്മളിതെങ്ങനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പോകുന്നതെന്നാണ് പറയുന്നത്. എഫ് ഈക്വൽ ടു എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. അതിൽ നമുക്ക് ഇമ്പൾസ്, നമ്മൾ ഫോഴ്സിൻ്റെയാണ് ഇപ്പോൾ പറഞ്ഞത്, ബലത്തിൻ്റെ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി. നമുക്ക് ഇമ്പൾസിൻ്റെയാണ് കാണേണ്ടത്, ആവേഗത്തിൻ്റെ. അതെന്താണ്? ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. അപ്പോൾ നമ്മൾ എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി വെച്ചു. അപ്പോൾ ഇതിലിപ്പോൾ നിങ്ങൾക്ക് ലെറ്റേഴ്സൊക്കെ ഭയങ്കര ചെറുതായിട്ടാണ് കാണാനുള്ളത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഫോൺ റൊട്ടേറ്റ് ചെയ്യണം ഫുൾ സ്ക്രീനിലിട്ടിട്ട്. അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങളുടെ കയ്യിൽ കൊടുന്ന് വെച്ച് നിങ്ങളത് നോക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്ര ടൈമിനുള്ളിൽ വേഗം ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നമ്മൾ 2 മലയാളം ഇംഗ്ലീഷൊക്കെ കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ടേക്കണം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇമ്പൾസ് എം ഇൻറ്റു വി മൈനസ് യു ബൈ ടി ഇൻറ്റു ടി. ഇവിടെ കോമൺ ആയിട്ട് പൊതുവായിട്ട് വരുന്നത് ആരാ? ടി ആണല്ലോ. ടീനെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മുടെ കയ്യിൽ എന്താണ്ട്? എം ഇൻറ്റു വി മൈനസ് യു. എം പുറത്തേക്ക് എടുക്കണം. പുറത്ത് കിടക്കുന്ന ഒരാൾക്ക് നമ്മൾ ആ ബ്രാക്കറ്റ് എടുത്ത് മാറ്റുമ്പോൾ 2 ആൾക്കും കൊടുക്കണമല്ലോ. അപ്പോൾ എം ഇൻറ്റു വി എം വി മൈനസ് എം ഇൻറ്റു യു എം യു. അപ്പോൾ ഇമ്പൾസ്, ആവേഗത്തിൻ്റെ ഇക്വേഷൻ എന്തായി മാറി? എം വി മൈനസ് എം യു എന്ന് നമുക്ക് എഴുതാൻ പറ്റും. ലെറ്റ് എം വി മൈനസ് എം യു ഈക്വൽ ടു ചേഞ്ച് ഇൻ മൊമെൻറ്റം. നമ്മൾ ആദ്യം ആ ഒരു ആക്കത്തിൻ്റെ കാര്യം പറയുമ്പോൾ എം വി മൈനസ് എം യു ആണ് ആക്കത്തിൻ്റെ ആ ഒരു ഇക്വേഷൻ വരുന്നതെന്ന് പറഞ്ഞു. ചേഞ്ച് ഇൻ മൊമെൻറ്റം ആണ് എന്ത്? ആക്ക വ്യത്യാസമാണ് ആ ഒരു എം വി ഇൻറ്റു എം യു എന്ന് പറയുന്നത്. അപ്പോൾ ഇമ്പൾസ് അല്ലെങ്കിൽ ആവേഗം എന്ന് പറയുന്നത് ആക്ക വ്യത്യാസമാണെന്ന് നമുക്ക് എഴുതാൻ പറ്റും. ഇമ്പൾസിൻ്റെ ഇക്വേഷൻ ഫോഴ്സ് ഇൻറ്റു ടൈമാണ്. ഫോഴ്സ് ഇൻറ്റു ടൈം എന്ന് പറയുന്നത് എ ചേഞ്ച് ഓഫ് മൊമെൻറ്റം ആണ്, ആക്ക വ്യത്യാസമാണ്. എഫ് ഇൻറ്റു ടി എന്താണ്? ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ നമ്മൾ ഇനി വേറൊരു കാര്യത്തിലേക്ക് വരികയാണ് കേട്ടോ. എഫ് ഇൻറ്റു ടി എന്ന് പറയുന്നത് ഒരു സ്ഥിരസംഖ്യയാണ്. അതിനെ നമ്മൾ എഫ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു 1/t. ഇൻവേഴ്സ്ലി അല്ലെങ്കിൽ എന്താ പറയുന്നത് ഇവിടെ? വിപരീത അനുപാതത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോക്കിയാൽ 1/t എന്ന് പറയുന്നുണ്ട്. 1/t എന്ന് എഴുതുന്നതിനെയാണ് നമ്മൾ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ വിപരീത അനുപാതം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഫോഴ്സ് കൂടുമ്പോൾ ടൈം കുറയും, ടൈം കൂടുകയാണെങ്കിൽ ഫോഴ്സ് കുറയും. ഓക്കെ, അപ്പോൾ അങ്ങനെ രണ്ടും വിപരീതമായിട്ടാണ് വരുന്നത് എന്ന് കാണിക്കാനാണ് 1/t എന്ന് എഴുതുന്നത്. അതൊരു കോൺസ്റ്റൻ്റ് ആണ് എന്നുള്ളത് പറയുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് ഇതുപോലുള്ള പ്രോബ്ലം നോക്കാം. ഇതും വരും കേട്ടോ. റിപ്പീറ്റഡ് ആയിട്ട് കുറേ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ കണ്ട ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഇത്. എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് സിറ്റുവേഷൻ ബൈ റിലേറ്റിംഗ് ഫോഴ്സ് ആൻഡ് ടൈം. താഴെ കൊടുത്ത സന്ദർഭങ്ങളെ ബലവും സമയവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. അപ്പോൾ ഇവിടെ കുറേ കാര്യങ്ങൾ തന്നിട്ടുണ്ട്. ഇതിനെല്ലാം നമുക്ക് സെയിം ആൻസേഴ്സ് ആണ് വരുന്നത്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ നോക്കിയിട്ട് ഇതിൻ്റെ ആൻസർ എഴുതുക. അപ്പോൾ നമുക്ക് 4 കൂടി ഒരു ആൻസർ എഴുതാം. First one, at the time of catching a cricket ball, the time of catching is extended by moving the hand backward with the ball. എന്താ ഉണ്ടാവണം അവിടെ? ക്രിക്കറ്റ് ബോൾ പിടിക്കുമ്പോൾ കൈ പിറകോട്ട് വലിച്ച് ബോളും കൈയും സമ്പർക്കത്തിൽ വരുന്ന സമയം ദീർഘിപ്പിക്കുന്നു. അപ്പം നമ്മൾ കൈ പെട്ടെന്ന് തന്നെ ആ വരുന്ന സ്ഥലത്തേക്ക് പിടിച്ചിരിക്കുകയല്ല, നമ്മൾ ആ ഒരു കൈ അതിനനുസരിച്ച് മൂവ്മെൻറ്റ് ചെയ്യുന്നുണ്ട്. ക്രിക്കറ്റ് കളിക്കുന്ന ആൾക്കാർക്ക് അറിയാം, ക്രിക്കറ്റ് കണ്ട ആൾക്കാർക്കും അറിയാം. ഡ്യൂറിങ് എ ബോൾ
Fault jump, the impact is reduced by falling on a foam bed. പോൾ വോൾട്ട് ചാടുമ്പോൾ ഫോം ബെഡിൽ വീഴുന്ന മൂലം ആഘാതം കുറയുന്നു. അപ്പോൾ ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് പറയും, നമ്മൾ നമ്മുടെ കയ്യിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് അല്ലെങ്കിൽ ശരീരത്തിലേക്ക് വരുന്ന ഇമ്പാക്റ്റ് കുറയ്ക്കാനായിട്ട് നമ്മളൊന്ന് മൂവ് ചെയ്യുന്നുണ്ട് എന്ന് കാണിക്കുകയാണ്. അപ്പോൾ അവിടെ ടൈം കൂടുന്നുണ്ട്, ഫോഴ്സ് കുറയ്ക്കുമ്പോൾ അവിടെ ടൈം കൂടുന്നുണ്ട് എന്ന് കാണിക്കണത്. ഇനി സ്പോഞ്ച് ആർ യൂസ്ഡ് വൈൽ പാക്കിംഗ് ഗ്ലാസ് വയേഴ്സ്, ദിസ് ഹെൽപ്സ് ടു അവോയ്ഡ് ബ്രേക്കിംഗ് ഓഫ് ഗ്ലാസ് വയേഴ്സ്. നമുക്കറിയാം എന്ന് വെച്ചാൽ എന്താ, നമ്മൾ എന്തെങ്കിലും സ്പോഞ്ചോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ വൈക്കോലൊക്കെ നമ്മൾ എന്ത് കണ്ടിട്ടുണ്ട്, ഈ ഒരു കുപ്പികളുടെ വലിയ വലിയ ഗ്ലാസ്സുകളുടെ ഇടയിലൊക്കെ വെക്കണം കണ്ടിട്ടുണ്ട്. ഇത് എന്തിനാണ്, നല്ലൊരു ഫോഴ്സ് വരുമ്പോൾ ഇത് പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. പിന്നെ ഒരു അഭ്യാസി കൈകൊണ്ട് വളരെ വേഗത്തിൽ വീശി കടുപ്പമുള്ള ഇഷ്ടികകൾ തകർക്കുന്നുണ്ട്. അപ്പോൾ പെട്ടെന്ന് തന്നെ നല്ല ഫോഴ്സ് എടുത്തിട്ടാണ് ചെയ്യണം. അപ്പോൾ പെട്ടെന്ന്, അപ്പോൾ അവിടെ എന്താ, ടൈം കുറവാണ് പക്ഷേ ഫോഴ്സ് കൂടി. അത് രണ്ടും ഇപ്പോൾ വിപരീതമായിട്ടല്ല വന്ന്, രണ്ടും ഒരുപോലെ കൂടുന്നില്ല, ഒരെണ്ണം കൂടി ഒരെണ്ണം കുറയുന്നുണ്ട്. ഫോഴ്സ് അവിടെ കൂടുന്നു, ടൈം അവിടെ കുറയുന്നു, അപ്പോൾ പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഇതിനൊക്കെയുള്ള റീസൺ എന്താ, when the change in momentum is a constant, the force acting on a body will be inversely proportional to the time taken. As time increases, the force acting decreases. അപ്പോൾ ടൈം കൂടുകയാണെങ്കിൽ ഫോഴ്സ് അവിടെ കുറയാണ്. അപ്പോൾ ആൻഡ് ആസ് ടൈം ഡിക്രീസസ്, സമയം കുറയുമ്പോൾ ദ ഫോഴ്സ് ആക്ടിങ് ഇൻക്രീസസ്. നമ്മൾ പറഞ്ഞൊരു അഭ്യാസി കുറേ ഇഷ്ടികകൾ തകർക്കുമ്പോൾ അവിടെ പെട്ടെന്നാണ് തകർക്കുന്നത്, അപ്പോൾ സമയം കുറവാണ്, അപ്പോൾ അവിടെ എടുക്കുന്ന ഫോഴ്സ് കൂടുതലായിരിക്കും. മനസ്സിലായല്ലോ. ഇനി നമ്മളൊരു ക്രിക്കറ്റ് ബോൾ ക്യാച്ച് ചെയ്യുമ്പോൾ ആ ബോൾ വരുമ്പോൾ നമ്മുടെ കൈ മൂവ് ചെയ്യുന്നുണ്ട്, അപ്പോൾ സമയം കൂടുന്നുണ്ട്, ഫോഴ്സ് എന്താ ചെയ്യുക, ഫോഴ്സ് കുറയാണ് ചെയ്യണത്. അപ്പോൾ ആ ഇമ്പാക്റ്റ് കുറയും, ആ വേദന കൈക്ക് വരുന്നത് കുറയും. മനസ്സിലായല്ലോ. ഇത്രയുള്ള കാര്യം. ഇത് അതിൽ എന്ത് വന്നാലും നിങ്ങൾക്ക് ഈ ഒരു ആൻസർ എഴുതി വയ്ക്കാം. ഇനി ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ ആണ് നമ്മൾ പറയുന്നത് കേട്ടോ. റോക്കറ്റ്സ് ആർ യൂസ്ഡ് ഫോർ ലോഞ്ചിങ് ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്. വാട്ട് ഈസ് ദ ഫോഴ്സ് ദാറ്റ് മേക്ക് എ റോക്കറ്റ് ഷൂട്ടപ്പ്? കൃത്രിമ ഉപഗ്രഹ വിക്ഷേപണത്തിനായി നാം റോക്കറ്റ് ഉപയോഗിക്കുന്നു. എന്നാൽ ഒരു റോക്കറ്റ് മുകളിലേക്ക് കുതിക്കുന്നതിന് കാരണമായ ബലം എന്തായിരിക്കും? നമുക്കൊരു ബലൂൺ റോക്കറ്റ് നിർമ്മിച്ച് നോക്കാം. ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു സ്ട്രോയിലൂടെ നീളമുള്ള ഒരു ചരട് കടത്തി ക്ലാസ് മുറിയുടെ 2 ജനാലകളുമായി കെട്ടിവെക്കുക. ഊതി വീർപ്പിച്ച ഒരു ബലൂൺ സ്ട്രോയിൽ ഒട്ടിച്ച് വെക്കുക. ബലൂൺ കാറ്റഴിച്ച് വിടുക. എന്ത് നിരീക്ഷിക്കാൻ കഴിയും? ആ ബലൂൺ നിങ്ങളവിടുന്ന് കാറ്റഴിച്ച് വിടുമ്പോൾ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുക? ബലൂൺ മൂവ്സ് ഫോർവേഡ്, ബലൂൺ മുകളിലേക്ക് പോയി അല്ലെങ്കിൽ മുന്നോട്ട് പോയി എന്ന് എഴുതാം. ബലൂണിൻ്റെ ഉൾവശത്ത് നിന്ന് വായു പുറത്തു പോകുന്നതിൻ്റെ എതിർദിശയിലല്ലേ അതിൻ്റെ ചലനം? അതെ, ബാക്കിൽ കൂടിയാണ് എയർ പോകുന്നത്, പക്ഷെ ഈ ഒരു ബലൂൺ പോകുന്നത് എങ്ങടാ, മുന്നിലേക്കാണ് പോകുന്നത്. അതാണല്ലോ. അതെ, അപ്പോൾ വായു ശക്തമായി പുറത്തു പോകുമ്പോൾ ഉളവാക്കുന്ന ബലമല്ലേ ഇതിന് കാരണം? ആണല്ലോ. ആ വായു എത്ര ശക്തമായിട്ടാണോ പുറത്തു പോകുന്നത് അത്രയും സ്പീഡിൽ ഇത് മുന്നോട്ട് പോകും, പക്ഷെ ഓപ്പോസിറ്റ് ഡയറക്ഷനാണ്. വായു ഒരു ഭാഗത്ത് കൂടെ, ബലൂൺ അതിൻ്റെ ഓപ്പോസിറ്റായിട്ട് വിപരീതമായിട്ട്. ഈ ബലത്തെ പ്രവർത്തനമായി കണക്കാക്കിയാൽ ബലൂണിനെ മുന്നോട്ടേക്ക് ചലിപ്പിക്കുന്ന ബലത്തെ പ്രതിപ്രവർത്തനമായി പരിഗണിക്കാം. ആദ്യം തന്നെ ബലൂണാണോ പോണ്? അല്ല, ആദ്യം തന്നെ എയറാണ് പുറത്തേക്ക് വരുന്നത്. അപ്പോൾ എയർ പുറത്തേക്ക് വരുന്ന കാരണം അതാണ് അവിടുത്തെ ആക്ഷൻ. ഓക്കെ, എയർ പുറത്തേക്ക് വരുന്നത് അവിടുത്തെ ആക്ഷൻ. ആ ആക്ഷൻ മൂലമുണ്ടാവുന്ന പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷനാണ് എന്ത്, നമ്മുടെ ബലൂൺ ആ സ്ട്രിങ്ങിൻ്റെ മുകളിൽ കൂടെ മുന്നോട്ട് പോണത്. അപ്പോൾ ആക്ഷനും റിയാക്ഷനും എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി മറ്റൊരു പരീക്ഷണം ചെയ്യാം. ചിത്രത്തിൽ കാണുന്നത് പോലെ ബോയിലിംഗ് ട്യൂബിൽ കുറച്ച് ജലം നിറച്ച് കോർക്ക് കൊണ്ട് അടയ്ക്കുക. ഇതൊരു സ്റ്റാൻഡിൽ തൂക്കിയിടുക. ബോയിലിംഗ് ട്യൂബ് സാവധാനം ചൂടാക്കുക. എന്ത് നിരീക്ഷിക്കുന്നു? ഇംഗ്ലീഷ് മീഡിയത്തിന് ഞാൻ വായിക്കുന്നില്ല, മലയാളം മീഡിയം വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവില്ല. അതുകൊണ്ട് അത് വായിച്ച് നമുക്ക് വേഗം ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് ഡിസംബറിൽ എക്സാം ആകുമ്പോഴേക്ക് ഒരുപാട് വീഡിയോസ് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് മാത്രമല്ല നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടി നമുക്ക് അപ്ലോഡ് ചെയ്യാനുണ്ട്. സോ അതിനാണ് ഇത്ര ഫാസ്റ്റായിട്ട് എടുക്കുന്നത്. പക്ഷേ മനസ്സിലാക്കുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ എടുത്തു പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ബോട്ടിലെടുത്തു, അതിൽ കുറച്ച് വെള്ളം നിറച്ചു, ചൂടാക്കി, എന്നിട്ട് അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ എന്ത് ചെയ്തു, ഒരു സ്റ്റാൻഡിൽ തൂക്കിയിട്ടു. എന്താ തൂക്കിയിട്ട്? അവിടെ ഒരു ട്യൂബും കൂടി തൂക്കിയിട്ടു. അതിലെ കോർക്ക് നമ്മൾ ഘടിപ്പിച്ച് വെച്ചു. ഓക്കെ, ബോയിലിംഗ് ട്യൂബ് സാവധാനം ചൂടാക്കി. നമ്മൾ എന്താ നമുക്ക് നിരീക്ഷിക്കാൻ പറ്റുക? ആവിയുടെ മർദ്ദം മൂലം കോർക്ക് പുറത്തേക്ക് തള്ളി ട്യൂബ് പിന്നിലേക്ക് നീങ്ങുന്നു. The cork pushed out due to the pressure of steam. The tube moves backward. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യത്തെ ആൻസർ. നെക്സ്റ്റ് വൺ, ജലം തിളച്ചുണ്ടാകുന്ന നീരാവി കോർക്കിൽ ബലം പ്രയോഗിക്കുന്നത് മൂലമല്ലേ ഇത് സംഭവിക്കുന്നത്? Is it not due to the force exerted on the cork by the steam from the boiling water? അപ്പോൾ എന്താണ്? ജലം തിളച്ചുണ്ടാകുന്ന നീരാവി കോർക്കിൽ ബലം പ്രയോഗിക്കുന്നത് മൂലമല്ലേ ഇത് സംഭവിക്കുന്നത്? അതെ, നീരാവി പ്രയോഗിക്കുന്ന ബലം മൂലം കോർക്ക് തെറിച്ചു പോകുന്നതാണ് പ്രവർത്തനം എങ്കിൽ
ഇതിൻ്റെ പ്രതിപ്രവർത്തനം എന്തായിരിക്കും? ഇഫ് ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദ സ്റ്റീം ഓൺ ദ കോർക്ക് ഈസ് ടേക്കൺ ആസ് ദ ആക്ഷൻ, വാട്ട് ഈസ് ദ റിയാക്ഷൻ? അപ്പോൾ കോർക്കിലേക്ക് വരുന്ന ആ ഒരു പ്രഷറാണ് അവിടുത്തെ ആക്ഷൻ എന്ന് വിചാരിക്കുക. പ്രഷറല്ല, ആ ഒരു ഫോഴ്സ് ആണെന്ന് വിചാരിക്കുക അവിടുത്തെ ആക്ഷൻ, അവിടെ ഉണ്ടാവുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ പ്രതിപ്രവർത്തനം, അതിനൊരു റിയാക്ഷൻ ഉണ്ടാവുമല്ലോ, ഉണ്ടാവും. നേരത്തെ എക്സ്പെരിമെൻറ്റിൽ നമ്മൾ കണ്ടു, ആ ബലൂൺ എന്ത് ചെയ്യുന്നുണ്ട്, കാറ്റഴിച്ച് വിടുമ്പോൾ ആ കാറ്റ് പോകുന്നതാണ് അവിടുത്തെ ആക്ഷൻ, അതിൻ്റെ റിയാക്ഷനാണ് ബലൂൺ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇവിടെ കോർക്ക് മുന്നോട്ട് പോകുന്നതാണ് ഇവിടുത്തെ ആക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ റിയാക്ഷൻ എന്തായിരിക്കും? തിളയ്ക്കുന്ന ട്യൂബിൻ്റെ പിന്നോട്ടുള്ള ചലനമാണ് പ്രതിപ്രവർത്തനം. ഓക്കെ, പ്രതികരണം എന്നുള്ള പ്രതിപ്രവർത്തനം എന്ന് എഴുതാം. ഓക്കെ, ദ റിയാക്ഷൻ ഈസ് ദ ബാക്ക്വേർഡ് മൂവ്മെൻറ്റ് ഓഫ് ബോയിലിംഗ് ട്യൂബ്. ആ ഒരു കോർക്ക് മുന്നിലേക്ക് പോകുമ്പോൾ ട്യൂബ് ബാക്കിലേക്ക് പോകുന്നുണ്ട്. കോർക്ക് മുന്നിലേക്ക് പോകുന്നത് ആക്ഷൻ, പ്രവർത്തനം. അങ്ങനെയാണെങ്കിൽ ആ ഒരു ട്യൂബ് പിന്നിലേക്ക് പോകുന്നത് പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയാം. ഇനി നിങ്ങൾ തറയിലൂടെ നടക്കുമ്പോഴുള്ള പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒന്ന് എഴുതി നോക്കൂ. റൈറ്റ് ഡൗൺ വെൻ ദ ആക്ഷൻ ആൻഡ് ദ റിയാക്ഷൻ വെൻ യു വോക്ക് ഓൺ എ ഫ്ലോർ. തറയിലൂടെ നടക്കുമ്പോൾ എന്തായിരിക്കും? വെൻ വി ആർ വാക്കിംഗ് ത്രൂ എ ഫ്ലോർ വി അപ്ലൈസ് എ ഫോഴ്സ് ഓൺ ദ ഫ്ലോർ. നമ്മൾ ഫോഴ്സ് ആ ഒരു ഫ്ലോറിനെ ബലം കൊടുക്കുന്നുണ്ട്. ദിസ് ഈസ് ആക്ഷൻ, നമ്മൾ കൊടുക്കുന്നത് ആക്ഷൻ. ദ ഫ്ലോർ അപ്ലൈസ് എ ഫോഴ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ദിസ് ഈസ് റിയാക്ഷൻ. ആ ഫ്ലോർ നമുക്കും ഒരു ഫോഴ്സ് തരുന്ന കാരണം നമുക്ക് നടക്കാൻ പറ്റുന്നത്. ഓക്കെ, നാം ഒരു തറയിലൂടെ നടക്കുമ്പോൾ തറയിലൊരു ബലം പ്രയോഗിക്കുന്നു, ഇത് പ്രതിപ്രവർത്തനമാണ്. തറ എതിർദിശയിലേക്ക് ഒരു ശക്തി പ്രയോഗിക്കുന്നു, ഇത് പ്രതികരണമാണ്. ഇനി റോക്കറ്റിൻ്റെ അറകളിൽ നിന്ന് ഉന്നത മർദ്ദത്തിലുള്ള വാതകം പുറത്തേക്ക് പോകുന്ന പ്രവർത്തനത്തിൻ്റെ പ്രതിപ്രവർത്തന ഫലമായാണ് റോക്കറ്റ് കുതിക്കുന്നത്. ഗ്യാസ് അറ്റ് ഹൈ പ്രഷർ ഈസ് പുഷ്ഡ് ഔട്ട് ഫ്രം ദ ചാമ്പേഴ്സ് ഓഫ് എ റോക്കറ്റ്. ഇറ്റ് ഈസ് ദ റിയാക്ഷൻ ഓഫ് ദിസ് ഫോഴ്സ് ദറ്റ് പ്രൊപ്പൽ ദ റോക്കറ്റ് ഫോർവേഡ്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത്? എസ്കേപ്പിംഗ് ഓഫ് ഹോട്ട് ഗ്യാസസ് ഫ്രം ദ ജെറ്റ് ഓഫ് റോക്കറ്റ് ഈസ് ആക്ഷൻ. ഗ്യാസ് പുറത്തേക്ക് പോണതാണ് അവിടുത്തെ ആക്ഷൻ. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ ദീസ് ഗ്യാസ് ഓൺ ദ റോക്കറ്റ് ഈസ് റിയാക്ഷൻ. റോക്കറ്റിൽ ജെറ്റിൽ നിന്ന് ചൂടുള്ള വാതകങ്ങൾ രക്ഷപ്പെടുത്തുന്നത് പ്രവർത്തനമാണ്. ഈ വാതകങ്ങൾ റോക്കറ്റിൽ ചെലുത്തുന്ന ബലം പ്രതികരണമാണ്. അങ്ങനെയാണ് നമ്മുടെ റോക്കറ്റ് മുന്നോട്ട് പോകുന്നത്, അത് റിയാക്ഷൻ. ഗ്യാസ് പുറത്തു പോകുന്നത് ആക്ഷൻ, പ്രവർത്തനം. മറ്റേത് പ്രതിപ്രവർത്തനം. ഇനി അടുത്തത് നോക്കാം. ആർ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ്? ഇതുപോലെ ആക്ഷനും റിയാക്ഷനും ഇപ്പം നമ്മൾ കണ്ട് ഗ്യാസ് പുറത്ത് പോയി റോക്കറ്റ് മുന്നോട്ട് പോയി, ഇങ്ങനെ ഈക്വൽ ആയിട്ട് വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും. അതിനായിട്ടൊരു എക്സ്പെരിമെൻ്റ് ആണ്. നമ്മുടെ ഈ ഒരു ബാലൻസ് ചെയ്യണം, വെയിറ്റിംഗ് ബാലൻസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അങ്ങോട്ടും ഇങ്ങോട്ടും വലിക്കുന്നുണ്ട്. ഓക്കെ, 2 digital weighting balance are connected as shown in the figure. സ്പ്രിംഗ് ബാലൻസ് ക്യാൻ ആൾസോ ബി യൂസ്ഡ്. സ്പ്രിംഗ് ബാലൻസും യൂസ് ചെയ്യാം നിങ്ങൾക്ക്. ഓക്കെ, അളക്കുന്ന ആ ഒരു ബാലൻസിങ് മെഷീൻ. ആഫ്റ്റർ ഫിക്സിംഗ് ദ എൻഡ് ഓഫ് ദ ബാലൻസ് ബി സ്ട്രോങ്ലി അപ്ലൈ എ ഫോഴ്സ് ഓഫ് 15 Newton ദ ഫ്രീ എൻഡ് ഓഫ് എ ബാലൻസ്. ഒരു ബാലൻസിൻ്റെ അറ്റത്തായിട്ട് നമ്മളൊരു ഫോഴ്സ് കൊടുക്കുക 50 Newton. അപ്പോൾ ബി എന്ന ബാലൻസിൻ്റെ റീഡിങ് എത്രയാണ്? വാട്ട് ഈസ് ദ റീഡിങ് ഓൺ ബാലൻസ് ബി? സെയിം ആയിരിക്കും, എയിൽ എത്രയാണോ തന്നെയായിരിക്കും ബിയിൽ. അതുകൊണ്ടാണ് ഈക്വൽ ആയിട്ടുള്ള ഒരു ഫോഴ്സ് അല്ലെങ്കിൽ റിയാക്ഷനും ആക്ഷനും അവിടെ ഈക്വൽ ആണ്. പ്രതിപ്രവർത്തനവും പ്രവർത്തനവും ഈക്വൽ ആയിട്ട് ഇവിടെ വരുന്നു എന്ന് നമ്മൾ പറയുന്നത് കേട്ടോ. പ്രയോഗിച്ച ബലം പ്രവർത്തനമെങ്കിൽ പ്രതിപ്രവർത്തനം എന്താണ്? പ്രയോഗിച്ച ബലം പ്രവർത്തനമാണെങ്കിൽ തിരിച്ചു കിട്ടുന്ന ആ ഒരു ബലമാണ് അവിടുത്തെ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഹൗ മച്ച് ആർ ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ? പ്രവർത്തനവും പ്രതിവർത്തനവും എത്രയാണ്? തുല്യമാണ്. യു ഹാവ് സീൻ ദ ആക്ഷൻ ആൻഡ് റിയാക്ഷൻ ആർ സെയിം ഇൻ ദിസ് ആക്ടിവിറ്റി. മനസ്സിലായോ? ഇവിടെ പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യമാണെന്ന് കണ്ടു. മനസ്സിലായില്ലേ ഇത്? ടു എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. ന്യൂട്ടൻ്റെ തേർഡ് ലോയ്ക്കാണ് നമ്മൾ എത്തിയത്. ഏതൊരു പ്രവർത്തനത്തിനും തുല്യവും വിപരീതവുമായ ഒരു പ്രതിപ്രവർത്തനം ഉണ്ടായിരിക്കും. റോക്കറ്റ് നമ്മൾ ഗ്യാസ് പുറത്തേക്ക് പോയി, അപ്പോൾ അതേ ഫോഴ്സിൽ തന്നെയാണ് നമ്മുടെ റോക്കറ്റ് മുന്നിലേക്ക് പോകുന്നത്. അപ്പോൾ തുല്യമായി ആ ഒരു ബലം എന്ന് പറയുന്നത്, ഫോഴ്സ് എന്ന് പറയുന്നത്. ഇനി വിപരീതമാണല്ലോ, ആ ഒരു ഗ്യാസ് പോയി അതേ ദിശയിലേക്കാണോ റോക്കറ്റ് വന്നത്? അല്ല, ഓപ്പോസിറ്റ് ആയിട്ടാണ് റോക്കറ്റ് പോയത്. അപ്പോൾ എവറി ആക്ഷൻ ദർ ഇസ് എ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. ഇതാണ് ന്യൂട്ടൻ്റെ തേർഡ് ലോ. ഇനി നമുക്കൊരു ടേബിൾ തന്നിട്ടുണ്ട്, കംപ്ലീറ്റ് ചെയ്യാം. സന്ദർഭം, സിറ്റുവേഷൻ ഉണ്ട്, പ്രവർത്തനമുണ്ട്, ആക്ഷൻ ഉണ്ട്, പ്രതിപ്രവർത്തനമുണ്ട്, റിയാക്ഷൻ ഉണ്ട്. ആദ്യത്തെ, എ മാൻ ജംപ് ഫ്രം എ ബോട്ട് ടു ദ ഷോർ. ജലോപരിതലത്തിലുള്ള തോണിയിൽ നിന്ന് ഒരാൾ കരയിലേക്ക് ചാടുന്നു. പ്രവർത്തനം എന്താ അവിടുത്തെ? ആൾ തോണിയിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി തോണി പിറകോട്ട് നീങ്ങുന്നുണ്ട്. ദ മാൻ എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ ബോട്ട്. ദ ബോട്ട് മൂവ്സ് ബാക്ക്വേർഡ്. ആൾ അവിടെ ഒരു ബലം പിടിച്ചിട്ടാണ് നമ്മുടെ കരയിലേക്ക് ചാടുന്നത്. ആ ഒരു ബലം പിടിക്കുമ്പോൾ ആ ഒരു ബോട്ട് പിന്നിലേക്ക് പോകും കുറച്ച്. ഓക്കെ, അതവിടുത്തെ ആക്ഷൻ. പ്രതിപ്രവർത്തനം എന്താ? തോണി ആളിലേക്ക് പ്രയോഗിക്കുന്ന ബലത്തിന്റെ ഫലമായി ആൾ മുന്നോട്ട് ചലിക്കുന്നു. ദ ബോട്ട് എക്സേർട്ട് ആൻ ഈക്വൽ ഫോഴ്സ് ഓൺ ദ മാൻ ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അതുകൊണ്ട് ആ മനുഷ്യൻ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു കരയിലേക്ക് ചാടുന്നു.
എ ബുള്ളറ്റ് ഈസ് ഫയേർഡ് ഫ്രം എ ഗൺ. തോക്കിൽ നിന്ന് വെടിയുണ്ട പായുന്നു. ബുള്ളറ്റ് തോക്കിൽ ഒരു ശക്തി ചെലുത്തുന്നുണ്ട്. ബുള്ളറ്റിനാണ് പുറത്തു പോകേണ്ടത്. അപ്പോൾ ബുള്ളറ്റ് എന്ത് ചെയ്യും? തോക്കിലൊരു ബലം കൊടുക്കും. അതിനാൽ അത് പിന്നിലേക്ക് പോകുന്നു. അതുകൊണ്ട് ആ തോക്ക് പിന്നിലേക്ക് പോകും നമ്മൾ ഷൂട്ട് ചെയ്യുമ്പോൾ. ദ ബുള്ളറ്റ് എക്സേർട്ട് എ ഫോഴ്സ് ഓൺ ദ ഗൺ സോ ഇറ്റ് മൂവ് ബാക്ക്വേർഡ്. ഇനി പ്രതിപ്രവർത്തനം എന്താ? റിയാക്ഷൻ എന്താ? ദ ഗൺ എക്സേർട്ട് ആൻ ഈക്വൽ ഫോഴ്സ് ടു ദ ബുള്ളറ്റ് സോ ഇറ്റ് മൂവ് ഫോർവേഡ്. തോക്ക് ബുള്ളറ്റിന് തുല്യമായ ശക്തി പ്രയോഗിക്കുന്നു. അതിനാൽ അത് മുന്നോട്ട് നീങ്ങുന്നു. അതുകൊണ്ടാണ് ആ ബുള്ളറ്റ് മുന്നോട്ട് പോകുന്നത്. ഇനി തോണി തുഴയുമ്പോൾ പ്രവർത്തനം എന്താ? അവിടുത്തെ ആക്ഷൻ എന്താണ്? ആ മനുഷ്യൻ വെള്ളത്തിൽ ശക്തി പ്രയോഗിക്കുന്നു. അതാണ് പ്രവർത്തനം. ദ മാൻ അപ്ലൈഡ് ഫോഴ്സ് ഓൺ ദ വാട്ടർ. പ്രതിപ്രവർത്തനം റിയാക്ഷൻ എന്താ? ദ ബോട്ട് മൂവ്സ് ഫോർവേഡ്. ബോട്ട് മുന്നോട്ട് നീങ്ങുന്നു. ക്ലിയർ ആയല്ലോ? പ്രവർത്തനവും പ്രതിപ്രവർത്തനവും എന്ന് പറഞ്ഞിട്ടൊരു ബോക്സ് വന്നിട്ടുണ്ട്. നിങ്ങളത് വായിച്ച് നോക്കുക കേട്ടോ. പ്രവർത്തനവും പ്രതിപ്രവർത്തനവും ഒരേ സമയം വ്യത്യസ്ത വസ്തുക്കളിൽ അനുഭവപ്പെടുന്ന ബലങ്ങളാണ്. ഇവ തമ്മിൽ തീരെ സമയ വ്യത്യാസമില്ല എന്നതുകൊണ്ട് തന്നെ പ്രവർത്തനത്തിൻ്റെ ഫലമായാണ് പ്രതിപ്രവർത്തനം ഉണ്ടാകുന്നത് എന്ന് പറയാൻ കഴിയില്ല. അതായത് രണ്ട് വസ്തുക്കൾ തമ്മിൽ ബലം അനുഭവപ്പെടുമ്പോൾ അവയിൽ ഏതെങ്കിലും ഒരു ബലം പ്രവർത്തനമായും ഇതിന് വിപരീത ദിശയിൽ രണ്ടാമത്തെ വസ്തുവിൽ ഉളവാക്കുന്ന ബലം പ്രതിപ്രവർത്തനമായും പരിഗണിക്കുന്നതാണ്. ജസ്റ്റ് വായിക്കാം കേട്ടോ. പിന്നെ നമുക്ക് ഇനി വേറെ കുറച്ച് കാര്യങ്ങളിലേക്കൊക്കെ നമ്മൾ വരികയാണ്. ഐസിന് മുകളിൽ വണ്ടി തള്ളിയാൽ നീങ്ങാറില്ല. എന്തായിരിക്കും കാരണം? ഐസിൽ നിന്ന് പ്രതിപ്രവർത്തനം ലഭിക്കാത്തത് കൊണ്ടാണിത്. ചെളിയിൽ നിന്ന് വസ്തുക്കൾ തള്ളി നീക്കാൻ ശ്രമിച്ചാലും ഇതുതന്നെയായിരിക്കും ഫലം. ഏതു പ്രവർത്തനം നടക്കണമെങ്കിലും പ്രതിപ്രവർത്തനം പ്രയോഗിക്കുന്ന ഒരു ബാഹ്യ വസ്തു ഉണ്ടായിരിക്കും. തോണിയിൽ നിന്ന് കരയിലേക്ക് ചാടുമ്പോൾ ചാടാനുള്ള ബാഹ്യബലം തോണിയിൽ നിന്നാണ് ലഭിക്കുന്നത്. അതായത് തോണിയെ പിറകോട്ട് തള്ളുന്നത് പ്രവർത്തനവും തോണി പ്രയോഗിക്കുന്നത് പ്രതിപ്രവർത്തനവുമാണ്. അപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നമ്മളിപ്പോൾ ഒരു ബോക്സിൽ എഴുതിയിട്ടുണ്ടാവും. പിന്നെയും നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി നമ്മൾ F12 എന്നത് ഒന്നാമത്തെ വസ്തുവിലുണ്ടാവുന്ന വസ്തു പ്രയോഗിക്കുന്ന ബലമാണെന്ന് കരുതുക. F21 ഈ F12 F21 അങ്ങനെ എടുക്കുകയാണ് കേട്ടോ. 1 2 അതിൻ്റെ തിരിച്ച് ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ, ഓപ്പോസിറ്റായിട്ട് എതിർദിശയിലാണ് പ്രതിപ്രവർത്തനം ഉണ്ടാവുക അറിയാം. അതുകൊണ്ട് 1 2 എന്നുള്ളത് നമ്മൾ 2 1 എഴുതി, അത്രേ ഉള്ളൂ കേട്ടോ. എന്നത് രണ്ടാമത്തെ വസ്തുവിൽ ഒന്നാമത്തെ വസ്തു ചെലുത്തുന്ന പ്രതിപ്രവർത്തനമാണ്. അപ്പോൾ F21 എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ വസ്തുവിൽ ഒന്നാമത്തെ വസ്തു പ്രയോഗിക്കുന്ന പ്രതിപ്രവർത്തനം. മറ്റേത് ഒന്നാമത്തെ വസ്തുവിൽ രണ്ടാമത്തെ വസ്തു പ്രയോഗിക്കുന്ന ആ ഒരു ബലം. അപ്പോൾ ന്യൂട്ടൻ്റെ മൂന്നാം ചലന നിയമം അനുസരിച്ചിട്ട് F12 ഈക്വൽ ടു -F21 നമ്മൾ പറഞ്ഞു. എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള റിയാക്ഷൻ ഉണ്ടാവുന്നത്. എതിർദിശയിലാണ് എന്തുണ്ടാവുന്നത്? പ്രതിപ്രവർത്തനം ഉണ്ടാവുന്നത്. അപ്പോൾ F12 എന്ന് പറയുന്നത് -F21 അവിടുത്തെ ഓപ്പോസിറ്റ് കാണിക്കും. ഇനി അടുത്തത് പട്ടിക 3.3 നൽകിയ ഓരോ പ്രവർത്തനത്തിനും പ്രതിപ്രവർത്തനം പ്രദാനം ചെയ്ത വസ്തു ഏതെന്ന് കണ്ടെത്തി എഴുതുക. ന്യൂട്ടൻ്റെ മൂന്നാം ചലനം അനുസരിച്ച് പ്രവർത്തനവും പ്രതിപ്രവർത്തനവും തുല്യവും വിപരീതവുമാണെങ്കിൽ അവ പരസ്പരം ഇല്ലാതാക്കപ്പെടുന്നുണ്ടോ? എന്തുകൊണ്ടാണിത്? പട്ടിക 3.3 പരിശോധിക്കൂ. ഒന്നാമത്തെ സന്ദർഭത്തിൽ പ്രവർത്തനം നടക്കുന്നത് ഒരു വസ്തുവിലാണ്. പ്രതിപ്രവർത്തനമോ? ഒരു ശരീരത്തിലേക്ക് രണ്ടാമത്തെ ശരീരം പ്രയോഗിക്കുന്ന ബലത്തിൻ്റെ ഫലമായി രണ്ടാമത്തെ ശരീരത്തിൽ പ്രതികരണം സംഭവിക്കും. പ്രവർത്തനവും പ്രതികരണവും തുല്യവും വിപരീതവുമാണ്. പ്രവർത്തനവും പ്രതികരണവും രണ്ട് വ്യത്യസ്ത ശരീരങ്ങളിൽ നടക്കുന്നതിനാൽ അവ പരസ്പരം റദ്ദാക്കില്ല എന്ന് പറഞ്ഞാൽ ക്യാൻസൽ ഔട്ട് ചെയ്ത് പോയില്ല എന്നർത്ഥം. അപ്പോൾ നമ്മൾ ആ ഒരു ഡാഷിൽ എഴുതേണ്ട ആൻസറാണ് ഇത് കേട്ടോ. ഒന്നാമത്തെ സന്ദർഭത്തിൽ പ്രവർത്തനം നടക്കുന്നത് ഏത് വസ്തുവിലാണ്? പ്രതിപ്രവർത്തനമോ? ഇൻ ദ ഫസ്റ്റ് സിറ്റുവേഷൻ ഐഡൻറ്റിഫൈ ദ ഒബ്ജക്റ്റ് ഓൺ take place. What about the reaction? As a result of applied force by a second body to your body, reaction will occur at the second body. Action and reaction are equal and opposite. Since action and reaction take place in two different bodies, they do not cancel each other. പരസ്പരം റദ്ദാക്കില്ല എന്ന് പറഞ്ഞത്. ഇനി നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ന്യൂട്ടൺസിൻ്റെ തേർഡ് ലോ പ്രകാരം നമുക്ക് മനസ്സിലായി ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടാവും. ഇഫ് സോ ഡസ് ദ ടോട്ടൽ മൊമെൻറ്റ് ഓഫ് എ സിസ്റ്റം ഇഫ് നോ എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് എക്സേർട്ടഡ്. എങ്കിൽ ഒരു ബാഹ്യബലം പ്രയോഗിക്കപ്പെടുന്നെങ്കിൽ ആ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കത്തിന് മാറ്റം ഉണ്ടാകുന്നുണ്ടോ? നമുക്ക് പരിശോധിക്കാം. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ഇപ്പോഴും നമ്മൾ ഇനി എന്താണ് അടുത്തൊരു പ്രോബ്ലം ആണോ എക്സ്പെരിമെൻ്റ് ആണോ അങ്ങനെ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കൊരു എക്സ്പെരിമെൻറ്റ് നോക്കാം കേട്ടോ. ഒരു പരീക്ഷണം നോക്കാം. അതുവഴി നമുക്ക് പറഞ്ഞിരിക്കുന്ന കാര്യം എന്താണെന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ആക്ക സംരക്ഷണ നിയമം, ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മൊമെൻറ്റം. ചിത്രത്തിൽ കാണുന്നത് പോലെ 1.5 മീറ്റർ നീളമുള്ള ഒരു പ്ലാസ്റ്റിക് ചാനലിനെ വയറിങ്ങിന് ഉപയോഗിക്കുന്ന തരം എന്തുപയോഗിക്കാം? അത് ഉറപ്പിക്കാം. എന്നിട്ട് 4 ഗോളികൾ എന്ന് പറഞ്ഞാൽ 4 മാർബിളിൻ്റെ ആ ഒരു പീസസ് ഉപയോഗിച്ച് താഴെ പറയുന്ന ഗോലികളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാലോ. 4 ഗോലികൾ ഉപയോഗിച്ച് താഴെ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തു നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ,
ഒന്നാമത്തെ ഗോലിയെ അല്പം പുറകിലേക്ക് മാറ്റി മുന്നോട്ട് ഉരുട്ടി വിടുക. എന്ത് സംഭവിക്കും? മൂവ് ദ ഫസ്റ്റ് മാർബിൾ സ്ലൈറ്റ്ലി ബാക്ക് ആൻഡ് റോൾ ഇറ്റ് ഫോർവേഡ്. വാട്ട് ഹാപ്പൻസ്? One marble will be thrown off from the other end and reaches the previous position. ഒരു മാർബിൾ മറ്റേ അറ്റത്തിൽ നിന്ന് വലിച്ചെറിയുകയും മുമ്പത്തെ സ്ഥാനത്ത് എത്തുകയും ചെയ്യും. വലിച്ചെറിയുക എന്നല്ല ഉദ്ദേശിക്കുന്നത്, അവിടുന്ന് പോവുക. ഓക്കെ, അപ്പോൾ നമ്മൾ ട്രാൻസ്ലേഷൻ ചെയ്യേണ്ട ഒരു ചെറിയ പ്രശ്നമാണ് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഒരു മാർബിൾ നമുക്കറിയാം, നമ്മളൊരു സാധനം കുറേ കാര്യങ്ങൾ നിരത്തി വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും? ആ ഒരു ആദ്യത്തെ സാധനം ഒന്ന് വലിച്ച് നമ്മളാക്കി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക? ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ആൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ആ ഒരു പൊസിഷനിലേക്ക് തന്നെ വരും. അത്രയേ ഉള്ളൂ കേട്ടോ. ഇനി ബ്രിങ് ദ 2 മാർബിൾ ടുഗദർ ആൻഡ് ലെറ്റ് ദം റോൾ. വാട്ട് ഹാപ്പൻ? ഇനി നമ്മൾ 2 മാർബിൾ ഒരുമിച്ച് കൊണ്ടുപോകുക, 2 ഗോലികൾ ചേർത്ത് വെച്ച് ഉരുട്ടി വിടുക. എന്താ സംഭവിക്കുക? 2 മാർബിൾസ് വിൽ മൂവ് ഫ്രം ദ അതർ എൻഡ്. മറ്റേ അറ്റത്ത് നിന്ന് 2 മാർബിൾ നീങ്ങും. അപ്പോൾ ഇവിടുന്ന് നമ്മൾ എത്ര എണ്ണമാണോ ഇങ്ങനെ വലിച്ച് വെച്ച് ഒന്ന് അങ്ങോട്ട് തന്നെ വിടണത്, അത്രയും ഗോലികൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് അങ്ങോട്ട് പോകുന്നതാണ് പറയുന്നത്. ഇതിൽ നിന്ന് എന്ത് നിഗമനത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാം? ഒരു വസ്തുവിൽ മറ്റൊരു വസ്തു ഇടിക്കുമ്പോൾ വസ്തുക്കളുടെ ആകെ ആക്കം മാറ്റമില്ലാതെ തുടരും. ന്യൂട്ടന്റെ 3ാം ചലന നിയമം പ്രയോജനപ്പെടുത്തി നമുക്ക് ഒരു പരീക്ഷണം ചെയ്യാം. അപ്പോൾ ഇവിടുന്ന് മനസ്സിലായ കാര്യം എന്താ? when an object collide with another, the total momentum of the object will remain unchanged. അപ്പോൾ 2 ഒബ്ജക്റ്റ് വന്ന് കൊളൈഡ് ചെയ്താൽ, ഇടിച്ചാലും അവിടെ ഉണ്ടാകുന്ന ആക്കത്തിന് ഒന്നും സംഭവിക്കുന്നില്ല, മൊമെന്റിന് ഒരു മാറ്റം ഉണ്ടാവുന്നില്ല, സെയിം ആയിട്ടാണ് വരുന്നത്. ഇവിടുന്ന് ഒരെണ്ണം ഒരു ബോൾ അല്ലെങ്കിൽ ഒരു മാർബിൾ നമ്മൾ വിടുമ്പോൾ ഒരു മാർബിൾ അറ്റത്തുനിന്ന് പോകുന്നുണ്ട്, 2 എണ്ണം വിടുമ്പോൾ ആ ഓപ്പോസിറ്റിൽ നിന്ന് 2 എണ്ണം പോകുന്നുണ്ട്. അങ്ങനെ ഇത് ശരിയാണോ എന്ന് പരിശോധിക്കാനാണ് നമുക്ക് ഈ ഒരു പിക്ചർ തന്നിരിക്കുന്നത് കേട്ടോ. സമാന വലുപ്പമുള്ളതും M1 M2 എന്നിങ്ങനെ വ്യത്യസ്ത മാസുള്ളതുമായ AB എന്നീ 2 വസ്തുക്കൾ U1 U2 പ്രവേഗത്തോടെ ഒരേ ദിശയിൽ നേർരേഖയിൽ സഞ്ചരിക്കുമെന്ന് കരുതുക. ചിത്രം 3.18 നോക്കി. എയുടെ പ്രവേഗം കൂടുതലെങ്കിൽ ബിയുടെ വസ്തുവിൽ ഇടിക്കുമല്ലോ. അതെ, ബി എന്ന വസ്തുവിലെ അത് പോയിട്ട് ഇടിക്കും, നമുക്കറിയാം. ഇടിച്ചതിന് ശേഷം ഇവയുടെ പ്രവേഗം യഥാക്രമം V1ഉം V2 എന്നിങ്ങനെ ആവുന്നു. ഫസ്റ്റ് പിക്ചർ തന്നിരിക്കുന്നത് AB 2 വസ്തുക്കൾ, അതുമ്മേ ഒരു ഇനീഷ്യൽ പ്രവേഗമുണ്ട്, വെലോസിറ്റി ഉണ്ട്, അതാണ് U1 U2. അത് ഒരെണ്ണം A-Bയിൽ പോയി ഇടിച്ചു കഴിയുമ്പോൾ എന്താവും? V1 ആവും. അതിൻ്റെ ഒരു ഫൈനൽ വെലോസിറ്റി അല്ലെങ്കിൽ അന്ത്യപ്രവേഗം എന്ന് പറയുന്നത് V1 ആവും, മറ്റേത് V2 ആയിട്ട് മാറും. ഇടിക്കുന്നതിന് മുമ്പും ഇടിച്ചതിന് ശേഷം, ബിഫോർ കൊളീഷൻ ആഫ്റ്റർ കൊളീഷൻ. ന്യൂട്ടൻ്റെ 3ാം ചലന നിയമം അനുസരിച്ചിട്ട് F12 എന്ന് പറയുന്നത് -F21 ആയിരിക്കും. ഓക്കെ, ഇടിക്കുന്നതിന് മുമ്പ് ആകെ ആക്കം എന്ന് പറയുന്നത് M1 U1 + M2 U2. അതാണ് രണ്ടാളുടെയും ആക്കം, മാസും വെലോസിറ്റിയും കൂടിയിട്ട് ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തുണ്ടാവും? ആ ഒരു ചേഞ്ച് ഇൻ മൊമെൻറ്റം കിട്ടും. അപ്പോൾ ഒന്നാമത്തെ അത്, രണ്ടാമത്തെ M2 U2. ഇനി ഇടിച്ചതിന് ശേഷം M1 V1ഉം M2 V2 ആയിട്ട് മാറുന്നത്. ഇവിടെ മാറ്റം വരുന്നത്, ചേഞ്ച് വരുന്നത് എന്താ? നമ്മുടെ വെലോസിറ്റിക്ക്, പ്രവേഗത്തിനാണ് മാറ്റം വരുന്നത്. ഇടിക്കുന്നതിന് മുമ്പ് U1 U2 ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം. ഇടിച്ചതിന് ശേഷം ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം V1 V2. മനസ്സിലായല്ലോ? ഇടിക്കുമ്പോൾ 2 വസ്തുക്കളിലും പ്രയോഗിക്കപ്പെടുന്ന ബലം 2ാം ചലന നിയമം അനുസരിച്ച് കണ്ടുപിടിക്കാം. The force acting on the 2 objects at the time of collision will be find out by the second law of motion. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ 2 ആക്കങ്ങളുണ്ട് നമ്മുടെ കയ്യിൽ. ഇനി ഇത് വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഫോഴ്സ് കണ്ടുപിടിക്കാം. എയുടെ ആദ്യ ആക്കം എത്ര? വാട്ട് ഈസ് ദ ഇനീഷ്യൽ മൊമെൻറ്റം ഓഫ് എ? M1 U1 ആണ്. മാസും വെലോസിറ്റിയും കൂടി ഇൻറ്റു ചെയ്യുമ്പോൾ നമുക്ക് ആക്കം കിട്ടും. അപ്പോൾ M1 U1 ആണ് എയുടെ. എ മാത്രം എടുക്കുക കേട്ടോ, അത് ആദ്യ ആക്കം എത്ര? ഇനി എയുടെ അന്ത്യ ആക്കം എത്ര? അപ്പോൾ ആ U എന്നുള്ളത് V ആയിട്ട് മാറും. വാട്ട് ഈസ് ദ ഫൈനൽ മൊമെൻറ്റം ഓഫ് എ? V1 ആവും. ഇനീഷ്യലി U, ഫൈനൽ V. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് കേട്ടോ. അപ്പം എങ്ങനെ V1 എന്നൊക്കെ പറയണത് എന്താ? പ്രവേഗം അല്ലെങ്കിൽ വെലോസിറ്റി. ഇനി എയുടെ ആക്ക വ്യത്യാസം എത്ര? വാട്ട് ഈസ് ദ ചേഞ്ച് ഇൻ മൊമെൻറ്റം ഓഫ് എ? ഇത് രണ്ടും കൂടി മൈനസ് ചെയ്യുക. M1 V1 - M1 U1. ഫൈനൽ വെലോസിറ്റിയിൽ നിന്ന് ഇനീഷ്യൽ വെലോസിറ്റി മൈനസ് ചെയ്യുക. അന്ത്യപ്രവേഗത്തിൽ നിന്ന് ആദ്യ പ്രവേഗം മൈനസ് ചെയ്യുക. അപ്പോൾ V1 - U1 അങ്ങനെ. ഇനി എയുടെ ആക്ക വ്യത്യാസ നിരക്ക് സമയം ഉണ്ടെങ്കിൽ കണ്ടെത്തുക. അപ്പോൾ സമയം 1 വിചാരിക്കുക. അപ്പോൾ എത്രയാവും? M1 V1 - M1 U1 /T. ടൈം എന്നുള്ളടത്ത് നമ്മൾ 1 കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്താ ആൻസർ കിട്ടുക? M1 V1 - M1 U1 തന്നെ. ഇനി ഇതുപോലെ നിങ്ങൾ ബിയുടെ എഴുതുക. ബിയുടെ ആദ്യ ആക്കം എത്രയാണ്? B M2 U2 ആണ്. അപ്പോൾ രണ്ടാമത്തത് ആ ഒരു ഇടിച്ചതിന് ശേഷം വരുന്ന ഫൈനൽ മൊമെൻറ്റം ഓഫ് B M2 V2. ഇതിൻ്റെ ചേഞ്ച് ഓഫ് മൊമെൻറ്റം, ഇതിൻ്റെ ആക്ക വ്യത്യാസം M2 V2 - M2 U2. ഇനി അതേ ബൈ സമയം /T. നമ്മൾ ആക്ക വ്യത്യാസം നിരക്ക് കാണുമ്പോൾ /T വന്നു.
ഇത് രണ്ടും കൂടി കൺസിഡർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇവിടുന്ന് എന്താ മനസ്സിലായി? FAB, ഫോഴ്സ് AB എന്ന് പറയുന്നത് എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? നമ്മൾ പറഞ്ഞു MV മൈനസ് MU/T ആണ്. അങ്ങനെയാണെങ്കിൽ FAB എന്ന് പറഞ്ഞാൽ ഫോഴ്സ് എയിൽ നിന്ന് ബിയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സ് എത്രയാണ്? M1V1. ആ ബിയിലേക്ക് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം ഫൈനൽ വെലോസിറ്റിയാണ് എടുക്കേണ്ടത്. അപ്പോൾ M1V1 മൈനസ് M1U1. അത് ആദ്യത്തെ ബോക്സിലുള്ളതാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് കൊടുക്കുക എന്ന് പറഞ്ഞാൽ അവിടെ ഫൈനൽ വെലോസിറ്റി നമ്മൾ ആദ്യം എഴുതുക, അന്ത്യപ്രവേഗം. അതുകൊണ്ടാണ് എന്ത് വന്നിരിക്കുന്നത്? M1V1 മൈനസ് M1U1/T. ഇനി FB to A എത്രയായിരിക്കും? നമ്മൾ 1Fൽ നിന്ന് 1ൽ നിന്ന് 2ലേക്ക്, 2ൽ നിന്ന് 1ലേക്ക് എന്നൊക്കെ ആദ്യം പറഞ്ഞു. ഇപ്പോൾ എയിൽ നിന്ന് ബിയിലേക്ക് മനസ്സിലായി. ഇനി ബിയിൽ നിന്ന് എയിലേക്ക് ഉണ്ടാവുമല്ലോ. ബിയിൽ നിന്ന് എയിലേക്ക് M2V2 മൈനസ് M2U2/T. അതുപോലെ തന്നെ നമ്മൾ എഴുതി ആദ്യം ഫൈനൽ വെലോസിറ്റി, അന്ത്യപ്രവേഗം എഴുതണം. അതുകൊണ്ട് M2V2 പിന്നെ മൈനസ് M2U2/T. ഇനി മൂന്നാം ചലന നിയമം അനുസരിച്ചിട്ട് FAB = മൈനസ് FBA ആവും. എയിൽ നിന്ന് ബിയിലേക്ക് കൊടുക്കുന്ന ആ ഒരു ഫോഴ്സ് എന്ന് പറയുന്നത് ബിയിൽ നിന്ന് എയിലേക്ക് കൊടുക്കുന്ന ഫോഴ്സിൻ്റെ നെഗറ്റീവ് ആയിരിക്കും, ഓപ്പോസിറ്റ് ആയിരിക്കും എന്ന് കാണിക്കുകയാണ്. അപ്പം അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ആ തന്നിരിക്കുന്ന FBA, FAB ഇതൊക്കെ നമ്മൾ ഈ ഇക്വേഷനിൽ കൊടുക്കുക. അപ്പോൾ ഒരു മൈനസും കൊടുത്തു, ഇക്വേഷനിൽ മൈനസ് ഉള്ളതുകൊണ്ട്. ഇനി നമ്മളിതൊക്കെ ഒന്ന് കമ്പ്യൂട്ട് ചെയ്യണം. M1V1 മൈനസ് M1U1 T നമ്മൾ എന്ത് ചെയ്തു? ക്യാൻസൽ ചെയ്ത് പോയി. രണ്ട് സ്ഥലത്തും T വരുന്നുണ്ടല്ലോ, അപ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്ത് പോവാം. പിന്നെ മൈനസ് M2V2 മൈനസ് M2U2. ഇനി ആ മൈനസ് എല്ലാവർക്കും കൊടുക്കുക. അപ്പോൾ ഈ ഒരു ലെഫ്റ്റ് സൈഡിൽ നമുക്ക് മാറ്റങ്ങളൊന്നും വരുന്നില്ല. M1V1 മൈനസ് M1U1 = മൈനസ് നമ്മൾ എല്ലാവർക്കും കൊടുക്കുമ്പോൾ അവിടെ മാറ്റങ്ങൾ വരും. മൈനസ് M2V2 പ്ലസ് M2U2. M1V1 പ്ലസ് M2V2 = M1U1 പ്ലസ് M2U2. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? രണ്ടാൾക്കാരെ പെയർ ചെയ്ത് നോക്കുകയാണ്. M1ഉം V1ഉം M2ഉം V2ഉം. V ഉള്ള ആൾക്കാർ ഒരു ഭാഗത്തേക്കാക്കി, U ഉള്ള ആൾക്കാർ ഒരു ഭാഗത്തേക്കാക്കി. അതായത് ഇടിച്ചതിന് ശേഷമുള്ള ആകെ ആക്കവും ഇടിക്കുന്നതിന് മുമ്പുമുള്ള ആകെ ആക്കവും തുല്യമാണെന്ന് കണ്ടല്ലോ. ഒന്നാമത്തെ ഗോലി രണ്ടാമത്തേന് കൊടുക്കുന്ന ബലവും ഒന്നാമത്തേന് തിരിച്ചു കൊടുക്കുന്ന ബലവും ഈ വ്യൂഹത്തെ സംബന്ധിച്ചിടത്തോളം ആന്തരിക ബലമാണ് എന്ന് ഓർക്കുമല്ലോ. ഒരു ബാഹ്യബലമില്ലെങ്കിൽ ഒരു വ്യൂഹത്തിൻ്റെ ആകെ ആക്കം സ്ഥിരമായിരിക്കും. ഇതാണ് ആക്ക സംരക്ഷണ നിയമം. In the absence of an external force, the total momentum of a system is constant. This is the law of conservation of momentum. ഇവിടെ നമുക്ക് എന്താണ്? ഒരു എക്സ്റ്റേണൽ ഫോഴ്സ് നമ്മൾ കൊടുക്കുന്നില്ല ഗോലീനെ മാറ്റാൻ വേണ്ടിയിട്ട്. പക്ഷേ നമ്മൾ ജസ്റ്റ് ആ ഒരു മാർബിൾ നമ്മളിങ്ങനെ പിന്നിലേക്ക് എടുത്ത് നമ്മൾ വിട്ടു. എന്നിട്ട് ആ മാർബിൾ കൊടുക്കണ ബലമാണ് അത് മുന്നിലേക്ക് പോണത്, മുമ്പിലുള്ള ഒരു ഗോലി മുന്നിലേക്ക് പോകാനുള്ള കാരണം. അപ്പം നമ്മൾ വേറൊരു ഫോഴ്സ് കൊടുത്തില്ലെങ്കിൽ അവിടെ വരുന്ന ആ ഒരു ഫോഴ്സിന് തുല്യമായിരിക്കും പോകുന്ന ഫോഴ്സ്. കൺസേർവ് ചെയ്യുന്നുണ്ട് അവർ. ഇതാണ് ലോ ഓഫ് കൺസർവേഷൻ. ഇത് നമ്മളൊന്ന് പഠിച്ചു വയ്ക്കുക. ആ ഗോലിയുടെ എക്സാമ്പിൾ ഒന്ന് ഓർത്ത് വയ്ക്കുക കേട്ടോ. പിന്നെയുള്ള നിയമങ്ങളും ഇപ്പോൾ പറഞ്ഞ AB ആ കാര്യങ്ങളൊന്നും നിങ്ങൾ ഓർത്ത് വയ്ക്കേണ്ട. വെറുതെ ആവശ്യമില്ലാത്ത പഠിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇനി ഇവിടെ ഗണ്ണിൻ്റെ ഒരു പ്രോബ്ലമാണ് പറയുന്നത് കേട്ടോ. M മാസുള്ള ഒരു തോക്കിൽ നിന്ന് V പ്രവേഗമുള്ള ഒരു വെടിയുണ്ട പുറത്തേക്ക് പായുന്നു. വെടിയുണ്ടയുടെ മാസ് M ആണെങ്കിൽ തോക്ക് പിറകോട്ട് തെറിക്കുന്ന പ്രവേഗം എത്രയായിരിക്കും? ഇവിടെ ഒന്നുമില്ല, നമുക്കറിയാം. നമ്മൾ പഠിച്ച ഒരു ഇക്വേഷൻ എന്താണ്? തേർഡ് ലോ ഓഫ് ഇക്വേഷൻ MV = മൈനസ് MV ആണെന്ന് അറിയാം. അതിലെ നമുക്ക് ആദ്യം തുടങ്ങുമ്പോൾ വെലോസിറ്റി എത്രയായിരിക്കും? ഇനീഷ്യൽ വെലോസിറ്റി, ആദ്യ പ്രവേഗം 0 ആയിരിക്കും. മാസ് പിന്നെ രണ്ടെണ്ണത്തിനും സെയിം ആയിട്ടാണ് വരുന്നത്. പക്ഷേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? ഫൈനൽ വെലോസിറ്റിയാണ്, അന്ത്യപ്രവേഗം. അപ്പോൾ നമ്മൾ MV മൈനസ് MV എന്നുള്ളത് MV = മൈനസ് MV എന്നുള്ളത് എന്ത് ചെയ്യും? അതിൽ നിന്ന് വലിയ V മാത്രം കണ്ടുപിടിക്കുക. V = ബാക്കി എല്ലാവരും ഒരു ഭാഗത്തേക്കാക്കുക, മൈനസ് MV/M. അതിലെ തോക്ക് പുറകോട്ട് തെറിക്കുന്ന പ്രവേഗം V = മൈനസ് MV/M, നെഗറ്റീവ് ചിഹ്നം. ബുള്ളറ്റ് പോകുന്ന ദിശയിലേക്ക് എതിരെ തോക്ക് ചലിക്കുന്നു എന്ന് കാണിക്കുന്നു. അപ്പോൾ അവിടെ നെഗറ്റീവ് സൈൻ വരുന്നുണ്ടെന്ന് കാണിക്കണമല്ലോ. ദ നെഗറ്റീവ് സൈൻ ഇൻഡിക്കേറ്റ് ദാറ്റ് ദ ഗൺ മൂവ്സ് ഇൻ ദ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓഫ് മോഷൻ ഓഫ് ദ ബുള്ളറ്റ്. ബുള്ളറ്റ് മുന്നോട്ട് പോകുമ്പോൾ ഇത് പിന്നോട്ട് പോകുന്നു, അത്രേ കാണിക്കുന്നുള്ളൂ കേട്ടോ. കൂടുതൽ നമുക്കിനി ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലെ ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യുമ്പോൾ കൂടുതൽ വിശദീകരിക്കാം. ഇനി ഒരു പ്രോബ്ലം ആണ് കേട്ടോ. പ്രോബ്ലമൊക്കെ നിങ്ങൾ നന്നായി പഠിച്ചു വയ്ക്കുക. കാരണം നമുക്ക് പ്രോബ്ലംസ് നമുക്ക് എന്തായാലും വരും. എളുപ്പമുള്ളതാണ്. ആ ചെറിയ ചെറിയ ഇക്വേഷൻസ് പഠിച്ചു വെച്ചാൽ നമുക്ക് നല്ല രീതിയിൽ അതിൽ എഴുതി കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ചിത്രത്തിൽ കാണുന്നത് പോലെ തിരശ്ചീനമായ ഒരു പ്രതലത്തിലുള്ള 5 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തിൽ ഓടുന്ന 40 കിലോഗ്രാം മാസുള്ള ഒരു കുട്ടി നിശ്ചലമായി 3 കിലോഗ്രാം മാസുള്ള ഒരു വണ്ടിയിലേക്ക് ചാടിക്കയറുന്നു എന്ന് കരുതുക. തിരശ്ചീന ദിശയിൽ മറ്റു ബലങ്ങളൊന്നും തന്നെ അനുഭവപ്പെടുന്നില്ലെങ്കിൽ വണ്ടിയുടെ ആ ചക്രങ്ങളിൽ അനുഭവപ്പെടുന്ന ഘർഷണ ബലം 0 പരിഗണിക്കുക. വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള പ്രവേഗം കണക്കാക്കുക. വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള പ്രവേഗം U ആണെന്നിരിക്കട്ടെ.
കുട്ടി വണ്ടിയിലേക്ക് ചാടുന്നതിന് മുമ്പുള്ള വണ്ടിയുടെ ആകെ ആക്കം എത്രയായിരിക്കും? നമുക്കറിയാം മാസ് ഇൻറ്റു വെലോസിറ്റി ആണ് നമ്മൾ ആക്കം കാണേണ്ടത്. അപ്പോൾ ആകെ ആക്കം കാണണം. ആദ്യം നമ്മൾ കാണേണ്ടത് ആ കുട്ടിയുടെ വെയിറ്റും ആ കുട്ടി പോണ ആ ഒരു പ്രതലത്തിൽ ചിത്രത്തിൽ കാണുന്നത് പോലെ തിരശ്ചീനമായ പ്രതലത്തിലൂടെ 5 മീറ്റർ പെർ സെക്കൻഡ് പ്രവേഗത്തിലാണ് ഓടുന്നത്. അപ്പോൾ അതാണ് ഇനീഷ്യൽ വെലോസിറ്റി. അപ്പം 40 × 5 ഒരെണ്ണം. പിന്നെ ആ ഒരു സാധനത്തിന് വെയിറ്റ് ഉണ്ടെന്ന് പറഞ്ഞു 3 കിലോഗ്രാം മാസ്. ആ ഒരു വണ്ടിക്ക് അവിടെ ഇനീഷ്യൽ വെലോസിറ്റി ഒന്നുമില്ല. അപ്പോൾ 0 നമ്മൾ കൊടുത്തു. 40 × 5 നമ്മൾ ചെയ്യുന്നു 200 കിലോഗ്രാം പെർ സെക്കൻഡ് നമുക്ക് കിട്ടുന്നു. 3 കിലോഗ്രാം ഇൻറ്റു 0 നമുക്കറിയാം ക്യാൻസലായിട്ട് പോയി 0 ആയിട്ട് മാറി. അതുകൊണ്ട് നമുക്ക് 200 കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് കിട്ടി. ഇനി വണ്ടി തെന്നി നീങ്ങുമ്പോഴുള്ള ആകെ ആക്കം എന്ന് പറയുന്നത് ഈ 40 + 3 നമുക്ക് പിന്നെ എന്താ അറിയില്ല. കാരണം വണ്ടി തെന്നി നീങ്ങുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എന്താണ് ദ മൊമെൻറ്റം ടേക്സ് വെൻ സ്റ്റാർട്ട് മൂവിങ് ദ ബോഡി. ആ ഒരു ബോഡി മൂവ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത് ഇപ്പോൾ ആ കുട്ടിയുടെ വെയിറ്റ് മാത്രമല്ല, നമുക്ക് ആ ഒരു വണ്ടിയുടെ ആ ഒരു വെയിറ്റും കൂടി ഉണ്ടാവും. അപ്പം 40 + 3 വന്നു അവിടുത്തെ മാസ്. ഇനി തുടങ്ങുമ്പോൾ നമുക്ക് അവിടുത്തെ യു അറിയില്ല. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് വി അറിയില്ല, അങ്ങനെയും പറയാം. വിയു അറിയില്ല, അവിടുത്തെ വെലോസിറ്റി. അപ്പോൾ നമ്മൾ 43 × u എന്ന് എഴുതി. അപ്പോൾ ഇതൊക്കെ നമ്മൾ മൊമെൻറ്റം കാണാനാണ് കേട്ടോ അതൊക്കെ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ആക്ക സംരക്ഷണ നിയമം അനുസരിച്ചിട്ട് നമ്മൾ പറഞ്ഞത് എന്താണ്? അവിടുത്തെ ആ ഒരു MV എന്ന് പറയും, മാസ് ഇൻറ്റു വെലോസിറ്റി എന്ന് പറയുന്നത് അതിൻ്റെ അവിടെ വരുന്ന ഒരു ഫോഴ്സ് അല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന ഒരു ബലത്തിൻ്റെ നെഗറ്റീവ് സൈൻ ആയിരിക്കും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ആക്ക സംരക്ഷണത്തിനനുസരിച്ചിട്ട് ആകെ ആക്കം തുല്യമായിരിക്കുമല്ലോ. അങ്ങനെയാണെങ്കിൽ 2 സ്ഥലത്ത് വരുന്ന ആക്കങ്ങൾ MV തന്നെയാണ്. നമ്മൾ ആ ഗോലിയുടെ കണക്കിൽ പഠിച്ചുല്ലോ, ഒരു ഗോലി എടുത്ത് നമ്മൾ പിറകോട്ട് വലിച്ചു വിടുമ്പോൾ ആ ഒരു ഗോലി പോയിട്ട് കൊടുക്കുന്ന ഫോഴ്സും ആ ഫോഴ്സിലാണ് മുന്നിൽ കിടക്കുന്ന ആൾ മുന്നോട്ട് പോകുന്നത്. രണ്ടാൾക്കും സെയിം ആണ് വരുന്നതെന്ന് പഠിച്ചു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ആ കുട്ടി വന്ന് അതിലേക്ക് കയറുമ്പോൾ ഉള്ളത് 200 കിലോമീറ്റർ പെർ സെക്കൻഡ് ആണ്. ഇനി ആ കുട്ടി അതിന് നിന്നതിന് ശേഷം പിന്നെ ചലിക്കുമ്പോൾ ഉണ്ടാവുന്നത് എത്രയായിരിക്കും ആക്കം? 43 × u ആണ്. നമുക്ക് അറിയില്ല അവിടെ എത്രയാണ് വരുന്നത് എന്നുള്ളത്, അതാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ 43 u എന്ന് പറയുന്നതും 200 എന്ന് പറഞ്ഞതും സെയിം ആയിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞു ആ ഗോലി കൊടുക്കുന്ന അതേ ഫോഴ്സ് തന്നെയാണ് ഓപ്പോസിറ്റ് നിന്ന് പോണ ആളും കൊടുക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 43 u = 200. നമുക്ക് u മാത്രം മതി. അപ്പോൾ 43 u എന്ന് പറഞ്ഞാൽ 43 × u എന്നർത്ഥം. ഈക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് പോകുമ്പോൾ ഡിവിഷൻ ഹരണമായിട്ട് മാറും. 200/43 നമുക്ക് എത്ര ആൻസർ കിട്ടും? 4.65 ആണ് നമുക്ക് കിട്ടുന്ന ആൻസർ. അപ്പോൾ ഈ പ്രവേഗത്തിന് ആദ്യം സഞ്ചരിക്കുന്ന അതേ ദിശയിൽ തന്നെ സഞ്ചരിക്കുന്നു എന്ന് മനസ്സിലായി. ഇനി നേർരേഖ ചലനത്തെ സംബന്ധിച്ചുള്ള ധാരാളം വസ്തുക്കൾ നിങ്ങൾ മുമ്പ് മനസ്സിലാക്കിയിട്ടുണ്ട്. നമ്മുടെ ചുറ്റുപാടുകളിൽ നടക്കുന്ന ചലനങ്ങൾ എല്ലാം നേർരേഖ ചലനങ്ങളാണ്. ഇനി ക്ലോക്കിൻ്റെ ചലനം, നമ്മളൊരു പമ്പരം തിരിക്കുമ്പോൾ ഉള്ളത്, ഇതൊക്കെ നമ്മൾ പറയാൻ പോവാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നിങ്ങൾ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ എഴുതുന്നത് നിങ്ങളുടെ വർക്ക്. ഇനി നമുക്ക് ഈ ഒരു പോർഷനും കൂടി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ചാപ്റ്റർ കഴിഞ്ഞു. പിന്നെ ലെറ്റേഴ്സ് ആക്സസും കൂടി നോക്കാം കേട്ടോ. വർത്തുള ചലനം, സർക്കുലാർ മോഷൻ. ചിത്രം ശ്രദ്ധിക്കൂ. വസ്തുവിൻ്റെ വൃത്തപാതയിലൂടെയുള്ള ചലനമാണ് ചിത്രീകരിക്കുന്നത്. നമ്മൾക്കറിയാം, നമ്മൾ ചെയ്യാറൊക്കെ ഉണ്ട്. ഈ നൂല് എന്തെങ്കിലും ഒരു സാധനം കയ്യിലുണ്ടെങ്കിൽ നമ്മളൊന്ന് പിടിച്ച് കറക്കും. അതൊരു സർക്കിൾ മോഷനിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സമവേഗത്തിൽ വർത്തുള പാതയിൽ ചലിക്കുന്ന ഒരു വസ്തുവിൻ്റെ പ്രവേഗം മാറുന്നുണ്ടോ? ജസ്റ്റ് ദ വെലോസിറ്റി ഓഫ് എൻ ഒബ്ജക്ട് മൂവിങ് വിത്ത് യൂണിഫോം സ്പീഡ് അലോങ് എ സർക്കുലർ പാത്ത് ചേഞ്ച്. whirling ഓഫ് എ സ്ട്രോങ് ടൈഡ് ടു എ സ്ട്രിങ് ഈസ് എ ടൈപ്പ് ഓഫ് സർക്കുലാർ മോഷൻ. അപ്പോൾ മാറുന്നുണ്ട്, സർക്കുലാർ മോഷനാണ് ഉണ്ടാവുന്നത്. ഒരു ചരടിൽ കെട്ടിയിരിക്കുന്ന കല്ല് ചുഴറ്റുന്നത് ഒരു തരം വൃത്താകൃതിയിലുള്ള ചലനമാണ്. ഈ പ്രവേഗ മാറ്റം എങ്ങനെയാകുന്നു? ഹൗ ഡസ് ദ ചേഞ്ച് ഇൻ വെലോസിറ്റി ഹാപ്പൻ? ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ. ദിശ മാറുമ്പോഴാണ് അവിടെ പ്രവേഗം ഉണ്ടാകുന്നത്, വെലോസിറ്റി ഉണ്ടാകുന്നത്. വേഗത്തിലെ മാറ്റം മൂലം, ദിശയിലെ മാറ്റം മൂലം, വേഗത്തിലും ദിശയിലുമുള്ള മാറ്റം മൂലം ഇതൊക്കെ ഉണ്ടാകുന്നുണ്ട്. ഡ്യൂ ടു ചേഞ്ച് ഇൻ സ്പീഡ്, ചേഞ്ച് ഇൻ ഡയറക്ഷൻ. അപ്പോൾ ഏതിലാണ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ഡയറക്ഷൻ? പ്രവേഗമാറ്റം മൂലം വസ്തുവിന് ത്വരണം ഉണ്ടാകുമല്ലോ. ഇങ്ങനെ ഉണ്ടാകുന്ന ത്വരണത്തിൻ്റെ ദിശ എപ്രകാരമായിരിക്കും? അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്, നമുക്ക് പരിശോധിക്കാം. ഒരു കല്ല് ചരടിൽ കെട്ടി കറക്കൂ. കല്ല് ചലിക്കുമ്പോൾ വർത്തുള ചലനത്തിന് ആവശ്യമായ ബലം എവിടെ നിന്ന് ലഭിക്കുന്നു? ബലത്തിൻ്റെ ദിശ എങ്ങോട്ടായിരിക്കും? വൃത്തകേന്ദ്രത്തിൽ നിന്ന് നാം പ്രയോഗിക്കുന്ന ബലം ചരടിലൂടെ വസ്തുവിൻ്റെ അനുഭവപ്പെടുന്നു. അപ്പോൾ എവിടെ നിന്നാണ് ബലം കിട്ടുന്നത്? വൃത്തത്തിൻ്റെ സെൻറ്ററിൽ നിന്നാണ് ആ ഒരു കറക്കത്തിന് നമുക്ക് ബലം കിട്ടുന്നത്. അതിനാൽ ഈ ബലം മൂലം ഉണ്ടാകുന്ന ത്വരണവും ചരടിലൂടെ വൃത്തകേന്ദ്രത്തിലേക്കായിരിക്കും. അപ്പോൾ ത്വരണവും എങ്ങോട്ടായിരിക്കും? വൃത്തത്തിൻ്റെ കേന്ദ്രത്തിലേക്കായിരിക്കും ത്വരണം. അപ്പോൾ എന്താണ് സെൻട്രിപെറ്റൽ ഫോഴ്സ് എന്ന് പറയുന്നുണ്ട് കേട്ടോ അവിടെ. അഭികേന്ദ്ര ബലം എന്താണ്? വളർത്തു ചലനത്തിനുള്ള വസ്തുവിനെ ആരത്തിലൂടെ വൃത്തകേന്ദ്രത്തിലേക്ക് അനുഭവപ്പെടുന്ന ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. അപ്പോൾ എന്താണ് ത്വരണം? അഭികേന്ദ്ര ത്വരണം. ആ ഒരു സെൻറ്ററിലേക്ക്, വൃത്തകേന്ദ്രത്തിലേക്ക് വരുന്ന ആ ഒരു ത്വരണമാണ് അഭികേന്ദ്ര ത്വരണം. ദ ആക്സിലറേഷൻ എക്സ്പീരിയൻസ്ഡ് ബൈ ആൻ ഒബ്ജക്ട് ഇൻ എ സർക്കുലർ മോഷൻ അലോങ് ദ റേഡിയസ് ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ഈസ് നോൺ ആസ് സെൻട്രിപെറ്റൽ ആക്സിലറേഷൻ. അപ്പോൾ ആക്സിലറേഷൻ ടുവേർഡ്സ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ. പിന്നെ
ഒരു വസ്തുവിൽ അഭികേന്ദ്ര ത്വരണം ഉണ്ടാക്കാൻ ആവശ്യമായ ബലമാണ് അഭികേന്ദ്ര ബലം. അഭികേന്ദ്ര ബലവും അഭികേന്ദ്ര ത്വരണവും അനുഭവപ്പെടുന്നത് വൃത്തകേന്ദ്രത്തിലായിരിക്കും. അതാണ് ശ്രദ്ധിക്കേണ്ടത് കേട്ടോ. ദ ഫോഴ്സ് ദാറ്റ് ക്രിയേറ്റ് സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ഈസ് കോൾഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ്. സെൻട്രിപിറ്റൽ ആക്സിലറേഷൻ ആൻഡ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ആർ ഡയറക്റ്റഡ് ടുവേർഡ്സ് ദ സെൻറ്റർ. എല്ലാം സെൻറ്ററിലേക്ക് ആയിരിക്കും ഫോഴ്സും അതുപോലെ ആക്സിലറേഷനും. ഇനി വർത്തുള ചലനത്തിൽ അഭികേന്ദ്ര ബലം നഷ്ടമായാൽ വസ്തുവിന് എന്തു സംഭവിക്കും? കല്ല് വളർത്തുള്ള പാതയിൽ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ചരട് വിട്ടുനോക്കൂ എന്തു സംഭവിക്കുന്നു? വാട്ട് ഹാപ്പൻ ടു ആൻ ഒബ്ജക്റ്റ് ഇഫ് ഇറ്റ് ലോസസ് സെൻട്രിപിറ്റൽ ഫോഴ്സ് ഇൻ സർക്കുലർ മോഷൻ? സർക്കുലർ മോഷനിൽ കറങ്ങിക്കൊണ്ടിരിക്കുക, പെട്ടെന്ന് ആ ഒരു സെൻട്രിപിറ്റൽ ഫോഴ്സ് അല്ലെങ്കിൽ അഭികേന്ദ്ര ബലം നഷ്ടപ്പെടുക. എന്താ ഉണ്ടാവുക? In the absence of centripetal force, circular moving body thrown away through the tangent. അപകേന്ദ്ര ബലത്തിൻ്റെ അഭാവത്തിൽ വൃത്തകേന്ദ്രത്തിലുള്ള ചലിക്കുന്ന ശരീരം സ്പർശനത്തിലൂടെ വലിച്ചെറിയപ്പെടുന്നു. അപ്പം നമുക്കറിയാം നമ്മൾ ഈ ജാവലിൻ ത്രൂ അല്ല വേറെ കുറച്ച് ത്രോസൊക്കെ കാണുമ്പോൾ ഇങ്ങനെ നമ്മൾ കുറേ വട്ടം കറക്കി വിടുമ്പോൾ അതിങ്ങനെ ദൂരേക്ക് പോകുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അത് ഇതിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. നെക്സ്റ്റ്, വൃത്തപാതയിൽ കല്ല് ഏത് ബിന്ദുവിൽ എത്തുമ്പോഴാണോ നാം കൈവിടുന്നത് ആ ബിന്ദുവിലെ തൊടുവരയിൽ കൂടി കല്ല് തെറിച്ചു പോകുന്നു. പിന്നെ അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ എഴുതിയിരിക്കുന്ന കാര്യം, ഈ ഒരു ഹാമർ ത്രോയിൽ ഹാമർ എറിയും മുമ്പ് വൃത്തപാതയിൽ ചുഴറ്റുന്നത് എന്തിനായിരിക്കും? സയൻസ് ഡയറിയിൽ എഴുതുക. ഇനി ഹാമർ ത്രൂ, നമുക്കറിയാം ഹാമർ ത്രൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു സംഭവത്തിൽ നമ്മൾ ഈ ഹാമർ പോകുന്നതിന് മുമ്പ് നമ്മളൊന്ന് ചുഴറ്റുന്നുണ്ട്. എന്തിനായിരിക്കും? ഇറ്റ് ഈസ് ടു ഗെറ്റ് ഇനീഷ്യൽ മൊമെൻറ്റം, ആൾസോ ഹെൽപ്ഫുൾ ടു കവർ ദ ലോങ് ഡിസ്റ്റൻസ് ടു ദ ടാൻജൻറ്റ്. അത് പ്രാരംഭാക്കം നേടാനാണ്, സ്പർശരേഖ ദീർഘരൂപം സഞ്ചരിക്കാൻ സഹായകമാണ്. അപ്പം നമുക്കൊരു സാധനം ഒരുപാട് ദൂരത്തിൽ പോകണമെങ്കിൽ നമ്മളങ്ങനെ ചെയ്യുന്നുണ്ട്. ജാവലിൻ ത്രോനൊക്കെ നമ്മൾ ഒരു സൈഡിൽ നിന്നിട്ട് അത് വലിച്ചെറിയല്ല ചെയ്യുന്നത്, കുറച്ച് നേരം ഓടിയിട്ടാണ് ഈ സാധനം നമ്മൾ വലിച്ചെറിയുന്നത്. ഒരു ഏരോ നമ്മൾ വലിച്ചെറിയില്ല ജാവലിൻ ത്രോയിൽ. അപ്പോൾ അതൊക്കെ ഇതിന് എക്സാമ്പിളാണ്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈനിൽ പോയിട്ടാണ്, ഇത് ജസ്റ്റ് കറങ്ങിയിട്ടാണ് വലിച്ചെറിയുന്നത്. പിന്നെ അമ്യൂസ്മെൻറ്റ് പാർക്കുകളിലുള്ള ജയൻറ്റ് വീലിൻ്റെ ചലനം ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹാവ് യു നോട്ടീസ് ദ മോഷൻ ഓഫ് എ ജയൻറ്റ് വീൽ ഇൻ ആൻ അമ്യൂസ്മെൻറ്റ് പാർക്ക്? അപ്പോൾ അവിടെ എങ്ങനെയായിരിക്കും? ദ മോഷൻ ഓഫ് ജയൻറ്റ് വീൽ ഈസ് കൺട്രോൾഡ് ബൈ മെക്കാനിക്കലി. സോ ഇറ്റ്സ് സ്പീഡ് ഈസ് യൂണിഫോം എക്സെപ്റ്റ് വെൻ സ്റ്റാർട്ടിങ് ആൻഡ് സ്റ്റോപ്പിംഗ്. ജയൻറ്റ് വീലിൻ്റെ ചലനം നിയന്ത്രിക്കുന്നത് യാന്ത്രികമായാണ്. അതിനാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോഴും നിർത്തുമ്പോഴും ഒഴികെ അതിൻ്റെ വേഗത ഏകീകൃതമായിരിക്കും. നമുക്കറിയാം, നമ്മൾ ഇങ്ങനെ ഒരു വലിയ ഒരു ജയൻറ്റ് വീലിൽ കയറി കഴിഞ്ഞാൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെല്ലെ മെല്ലെ തുടങ്ങി പിന്നെ സ്പീഡിൽ പോയിട്ട് അവസാനിക്കുമ്പോഴും കുറച്ച് കുറയും. അതിനുള്ളിൽ അത് യൂണിഫോം ആയിരിക്കും. സോ വൃത്തപാതയിലൂടെ സഞ്ചരിക്കുന്ന ഒരു വസ്തു തുല്യ സമയം കൊണ്ട് തുല്യ ദൂരം സഞ്ചരിക്കുന്നുവെങ്കിൽ അത് സമവർത്തുള ചലനമാണ്. ഇഫ് ആൻ ഒബ്ജക്ട് മൂവിങ് അലോങ് എ സർക്കുലർ പാത്ത് കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ആൻഡ് ഈക്വൽ ഇൻ്റർവെൽസ് ഓഫ് ടൈം ഇറ്റ് ഈസ് സെഡ് ടു ബി ഇൻ യൂണിഫോം സർക്കുലർ മോഷൻ. അപ്പോൾ ഇങ്ങനെയാണ് യൂണിഫോം സർക്കുലർ മോഷൻ വരുന്നത്. നോക്കിയാൽ ഒരേ സമയം ഒരേ ദൂരം. ഇനി നെക്സ്റ്റ് നമ്മൾ ലെറ്റസ് ആസസ് വിലയിരുത്താൻ നോക്കുകയാണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രം ശ്രദ്ധിച്ചല്ലോ, ചുവടെ ചേർത്തിട്ടുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. വെൻ ദ കാർഡ് ഈസ് സഡൻലി സ്ട്രക്ക് ഓഫ് വാട്ട് ഹാപ്പൻസ് ടു ദ കോയിൻ? വൈ? കാർഡ് പെട്ടെന്ന് തെറിപ്പിക്കുമ്പോൾ നാണയത്തിന് എന്ത് സംഭവിക്കുന്നു? ഇത് എങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടായിരിക്കുമെന്ന് വിശദീകരിക്കുക. എന്താ ഉണ്ടാവുന്നത്? അപ്പോൾ ദ കോയിൻ ഫോൾസ് ഇൻ ടു ദ ഗ്ലാസ് ഡ്യൂ ടു ഇനേഷ്യ ഓഫ് റസ്റ്റ്. അപ്പോൾ നിശ്ചല ജാഡിത്യം കാരണം നാണയം ഗ്ലാസ്സിൽ വീഴുന്നു. ഏതു നിയമവുമായി ബന്ധപ്പെട്ട സവിശേഷതയാണിത്? ടു വിച്ച് ലോ ഇസ് ദ ഒബ്സർവ്ഡ് ഫിനോമിന റിലേറ്റഡ്? ന്യൂട്ടൺസ് ഫസ്റ്റ് ലോ ഓഫ് മോഷൻ, ന്യൂട്ടൻ്റെ ആദ്യ ചലന നിയമം. ഈ സവിശേഷതയ്ക്ക് വസ്തുവിൻ്റെ മാസുമായുള്ള ബന്ധമെന്ത്? ഹൗ ഇസ് ദ ക്യാരക്ടറിസ്റ്റിക് റിലേറ്റഡ് ടു ദ മാസ് ഓഫ് ദ ഒബ്ജക്ട്? മാസ് ജാഡത്യം വർദ്ധിപ്പിക്കുന്നു. മാസ് ഇൻക്രീസസ്, ഇനേഷ്യ ഇൻക്രീസസ് എന്ന് പറഞ്ഞാൽ മാസ് വർദ്ധിക്കുമ്പോൾ ജാഡത്യവും വർദ്ധിക്കുന്നു. ഇതൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് കേട്ടോ. സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ബാലൻസ്ഡ് ഫോഴ്സസ് ദാറ്റ് ആക്ട് ഓൺ എ ബുക്ക് അറ്റ് റെസ്റ്റ് ഓൺ എ ടേബിൾ? മേശപ്പുറത്ത് നിശ്ചലാവസ്ഥയിലുള്ള ഒരു പുസ്തകത്തിൽ പ്രയോഗിക്കപ്പെടുന്ന സന്തുലിത ബലങ്ങൾ ഏതെല്ലാം? ഒന്ന്, ഡൗൺവേർഡ് ഫോഴ്സ് എക്സേർട്ട് ബൈ ദ ബുക്ക് ഓൺ ദ ടേബിൾ. ആ ബുക്കിനൊരു വെയിറ്റ് ഉണ്ട്, അത് എവിടേക്കാണ് പോണത്? ഡൗൺവേർഡ് ഫോഴ്സ് ആയിട്ട് ടേബിളിലേക്ക് പോവാണ്. മേശപ്പുറത്തുള്ള പുസ്തകം, അതായത് പുസ്തകത്തിൻ്റെ ഭാരം താഴേക്കുള്ള ബലം ചെലുത്തുന്നു. ഇനി അടുത്തത് ബി എന്ന് പറയുന്നത് നമുക്ക് എന്ത് പറയാം? അപ്വേർഡ് ഫോഴ്സ് അപ്ലൈസ് ബൈ ദ ടേബിൾ ഓൺ ദ ബുക്ക്, റിയാക്ഷൻ. അവിടെ ഒരു ആക്ഷൻ ഉണ്ടാവും, റിയാക്ഷൻ ഉണ്ടാവും. പുസ്തകത്തിലേക്ക് ടേബിളിൽ പ്രതികരണം, മുകളിലേക്കുള്ള ശക്തി പ്രയോഗിക്കുന്നു. ടേബിൾ എന്ത് ചെയ്യുന്നുണ്ട്? മുകളിലേക്ക് ഒരു ശക്തി പ്രയോഗിക്കുന്നുണ്ട്, അത് പ്രതികരണം. ബുക്ക് കൊടുക്കുന്നത് ഒരു ആക്ഷനാണ്, അല്ലെങ്കിൽ അത് പ്രവർത്തനമാണ്, ഇത് പ്രതിപ്രവർത്തനം. ഇനി അടുത്തത്, ടു റിമൂവ് ദ ഡസ്റ്റ് ഫ്രം എ കാർപ്പറ്റ് ഇറ്റ് ഈസ് സസ്പെൻഡഡ് ആൻഡ് ഹിറ്റ് വിത്ത് എ സ്റ്റിക്ക്. വാട്ട് ഈസ് എ സയൻറ്റിഫിക് പ്രിൻസിപ്പിൾ ബിഹൈൻഡ് ഇറ്റ്? കാർപ്പറ്റിൽ നിന്ന് പൊടി നീക്കം ചെയ്യുന്നതിനെ കാർപ്പറ്റ് തൂക്കിയിട്ട ശേഷം വടി കൊണ്ട് തട്ടുന്നു. ഇതിന് പിന്നിലെ ശാസ്ത്രതത്വം എന്താണ്? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നിശ്ചയജാഡത്യമാണ് ഇതിൻ്റെ പിന്നിലെ ശാസ്ത്രതത്വം. എങ്ങനെ? ദ ഡസ്റ്റ് ഇൻ ദ കാർപ്പറ്റ് ഷോ ദ ടെൻഡൻസി ടു കണ്ടിന്യൂ ഇൻ എ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്.
പരവതാനിയിലെ പൊടി അതിൻ്റെ വിശ്രമാവസ്ഥയിൽ തുടരാനുള്ള പ്രവണത കാണിക്കുന്നു. എന്നിട്ട് ആ ഒരു സമയത്ത് നമ്മൾ അതിനെ തട്ടിത്തെറിപ്പിക്കുമ്പോൾ ആ പൊടി പുറത്തേക്ക് പോകുന്നു. നമുക്കറിയാം ഇനേഷ്യ ഓഫ് റെസ്റ്റിൽ ഇരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്റ്റിൽ തന്നെ നിശ്ചലാവസ്ഥയിൽ തന്നെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു ഫോഴ്സ് വരുമ്പോൾ ആൾ എന്ത് ചെയ്യും, പുറത്തേക്ക് ചാടുന്നു. അങ്ങനെ പൊടി പുറത്തേക്ക് ചാടുന്നു. ആൾക്ക് റെസ്റ്റിലിരിക്കാനാണ് ഇഷ്ടം, പക്ഷെ ഒരു അടി വരുമ്പോൾ പുറത്തേക്ക് ചാടുന്നു. Fourth question, a car and a bus were traveling the same velocity which has greater momentum. Why? ഒരേ പ്രവേഗത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാറിനോ ബസ്സിനോ ഏതിനായിരിക്കും ആക്കം കൂടുതൽ, എന്തുകൊണ്ട്? ഇവിടെ ഏറ്റവും കൂടുതൽ ആക്കം എന്തിനാണ് വരുന്നത്? ഇവിടെ നമുക്ക് ബസ്സിനാണെന്ന് എഴുതാം. കാരണം കാറും ബസ്സും എടുത്തു കഴിഞ്ഞാൽ ബസ്സിനായിരിക്കും വെയിറ്റ് കൂടുതൽ. അപ്പോൾ ബസ് എന്ന് നിങ്ങൾ എഴുതുക. കാരണം എന്താണ്? ബിക്കോസ് വെൻ മാസ് ഇൻക്രീസസ് മൊമെൻറ്റം ഇൻക്രീസസ്. കാരണം മാസ് കൂടുമ്പോൾ ആക്കം കൂടുന്നു. വെയിറ്റ് കൂടുകയാണല്ലോ, അപ്പോൾ അവിടെ മൊമെൻറ്റം കൂടും, ആക്കം കൂടും. നെക്സ്റ്റ്, ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ഓൺ ദ ബേസിസ് ഓഫ് ന്യൂട്ടൺസ് തേർഡ് ലോ ഓഫ് മോഷൻ എക്സ്പ്ലെയിൻ ദ ഫോഴ്സ് ദാറ്റ് ഹെൽപ്സ് ടു പ്രൊപ്പൽ എ റോക്കറ്റ് അപ്വേർഡ്. അപ്പോൾ എന്താ പറയുന്നത് ഇവിടെ? നമുക്കറിയാം റോക്കറ്റുകൾ മുകളിലേക്ക് പോകണത് അറിയാം. ഓക്കെ, അപ്പോൾ അവിടെ എന്ത് ഫോഴ്സാണ് വരുന്നത് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. ഇറ്റ് ഈസ് ഡ്യൂ ടു ദ റിയാക്ഷൻ ഫോഴ്സ് ബൈ ദ എസ്കേപ്പിംഗ് ഗ്യാസ് ഫ്രം റോക്കറ്റ്. എസ്കേപ്പിംഗ് ഗ്യാസ് ഫ്രം ദ റോക്കറ്റ് ഈസ് ആക്ഷൻ. നമ്മളിതൊക്കെ പറഞ്ഞതാണ് കേട്ടോ. ദ ഫോഴ്സ് എക്സേർട്ടഡ് ബൈ എസ്കേപ്പിംഗ് ഗ്യാസ് ഓൺ ദ റോക്കറ്റ് ഈസ് റിയാക്ഷൻ. റോക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന വാതകത്തിൻ്റെ പ്രതിപ്രവർത്തന ശക്തിയാണ് ഇതിന് കാരണം. റോക്കറ്റിൽ നിന്ന് രക്ഷപ്പെടുന്ന വാതകങ്ങൾ പ്രവർത്തനമായിട്ടും, അപ്പോൾ ആദ്യം ഗ്യാസാണ് പുറത്തു പോകുന്നത്, അത് അവിടുത്തെ ആക്ഷൻ, പ്രവർത്തനം. റോക്കറ്റിലെ വാതകങ്ങളിൽ നിന്ന് പ്രയോഗിച്ച ബലം പ്രതികരണമാണ്. റോക്കറ്റിലെ ആ വാതകങ്ങൾ പുറത്തു പോകുമ്പോൾ അവിടെ ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്. അങ്ങനെയാണ് റോക്കറ്റ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ റോക്കറ്റ് മുന്നോട്ട് പോകുന്നത് എന്താണ്, അല്ലെങ്കിൽ ആ ഒരു ഗ്യാസ് കൊടുക്കുന്ന ഫോഴ്സ് ഏതാണ്? അതാണ് പ്രതിപ്രവർത്തനം അല്ലെങ്കിൽ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, സിക്സ്ത് ക്വസ്റ്റ്യൻ, ഒരു കാർ 15 മീറ്റർ/സെക്കൻഡ് പ്രവേഗത്തോടെ സഞ്ചരിക്കുന്നു. കാറിൻ്റെയും യാത്രക്കാരൻ്റെയും കൂടി ആകെ മാസ് 1000 കിലോഗ്രാം ആണ്. ആക്കം കാണുക. എ കാർ ട്രാവൽസ് അറ്റ് എ വെലോസിറ്റി ഓഫ് 15 മീറ്റർ/സെക്കൻഡ്. ദ ടോട്ടൽ മാസ് ഓഫ് ദ കാർ ആൻഡ് ദ പാസഞ്ചർ ഇൻ ഇറ്റ് ഈസ് 1000 കിലോഗ്രാം. ഫൈൻഡ് ദ മൊമെൻറ്റം ഓഫ് കാർ. മൊമെൻറ്റം കാണാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. പി ഈക്വൽ ടു മൊമെൻറ്റത്തിന് ആക്കത്തിന് നമ്മൾ പി എന്ന് പറയാം, ഈക്വൽ ടു എം ഇൻറ്റു വി, മാസ് ഇൻറ്റു വെലോസിറ്റി, മാസ് ഇൻറ്റു പ്രവേഗം. ഇവിടെ 1000 ആണ് മാസ്, അവിടെ പ്രവേഗം തന്നിട്ടുണ്ട്, വെലോസിറ്റി തന്നിട്ടുണ്ട് 15 മീറ്റർ/സെക്കൻഡ്. അപ്പോൾ 1000 ഇൻറ്റു 15 നമുക്ക് എത്ര കിട്ടും? 15,000 കിലോഗ്രാം മീറ്റർ/സെക്കൻഡ്. നെക്സ്റ്റ്, കാരണം കണ്ടെത്തുക. തോക്കിൽ നിന്ന് വെടിയുണ്ട പായുമ്പോൾ തോക്ക് പിറകോട്ട് ചലിക്കുന്നു. when a bullet is fired from a gun, the gun recoil. എന്താ കാരണം? The gun recoil due to the reaction force applied by the shot of the gun. Forward movement of this shot is action and the backward movement of the gun is reaction. ആ ഒരു വെടിയുണ്ട തോക്കിന് ആദ്യം ഒരു ബലം കൊടുക്കുന്നുണ്ട്, അങ്ങനെയാണ് അത് പോണത്. അപ്പോൾ ആ ഉണ്ട പോണത് എന്താണ്? അവിടുത്തെ ആക്ഷൻ, പ്രവർത്തനമാണ്. തോക്ക് പിന്നോട്ട് ചലിക്കുന്നത് അവിടുത്തെ റിയാക്ഷൻ ആണ്, അല്ലെങ്കിൽ പ്രതിപ്രവർത്തനമാണ്. അപ്പോൾ ഇനി അടുത്തത് എന്താണ്? നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് നീക്കുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പുറകോട്ട് പോകുന്നു. അപ്പോൾ നമ്മളിപ്പോൾ ഇത് വായിച്ചു കൂട്ടാം. തോക്കിന് നേരെ വെടിയുണ്ട തീർക്കുന്ന പ്രതികരണ ശക്തി കാരണം തോക്ക് പിന്നോട്ട് പോകുന്നു. ഷോട്ടിൻ്റെ മുന്നോട്ടുള്ള ചലനം പ്രവർത്തനവും തോക്കിൻ്റെ പിന്നോട്ടുള്ള ചലനം പ്രതികരണം അല്ലെങ്കിൽ പ്രതിപ്രവർത്തനം എന്ന് എഴുതാം. ഇനി നിർത്തിയിട്ടിരിക്കുന്ന ഒരു ബസ് പെട്ടെന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ബസ്സിൽ നിൽക്കുന്ന യാത്രക്കാർ പുറകോട്ട് മറിയുന്നു. When a bus at rest suddenly moves forward, the passengers standing in the bus fall backward. റീസൺ എന്താ? ഇനേഷ്യ ഓഫ് റെസ്റ്റ് ആണ്. കാരണം നിർത്തിയിട്ടിരിക്കുന്ന ബസ് എന്ന് പറയുമ്പോൾ റെസ്റ്റിലായിരിക്കണം. ആ ആൾക്ക് മുന്നോട്ട് പോകാൻ നോക്കുമ്പോൾ അവിടെ ഇനേഷ്യ ഓഫ് റെസ്റ്റ് എന്ന് എഴുതാം. ഓക്കെ, ഇനേഷ്യ ഓഫ് ദ റെസ്റ്റ് ഈസ് ദ റീസൺ. ദ പാസഞ്ചേഴ്സ് ടെൻസ് കണ്ടിന്യൂ ഇൻ സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. എല്ലാവർക്കും ആ റെസ്റ്റിൽ തന്നെ ഇരിക്കാനാണ് ഇഷ്ടം. പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വരുമ്പോൾ അവരെന്താ ചെയ്യണം? മുന്നിലേക്ക് മൂവ്മെൻറ്റ് വരുന്നത്, അപ്പോൾ പിന്നിലേക്ക് അവർ ചായണു. വിശ്രമത്തിൻ്റെ ജാഡത്വമാണ്, അല്ലെങ്കിൽ നിശ്ചല ജാഡത്വം. ഓക്കെ, വിശ്രമത്തിൻ്റെ നല്ല എഴുതുന്നുണ്ട്, നിശ്ചല ജാഡത്വമാണ് കാരണം. യാത്രക്കാർ വിശ്രമാവസ്ഥയിൽ തുടരുവാൻ അല്ലെങ്കിൽ നിശ്ചലാവസ്ഥയിൽ തുടരുവാൻ താല്പര്യപ്പെടുന്നു. സി ക്വസ്റ്റ്യൻ. അപ്പോൾ വിശ്രമം എന്ന് എഴുതരുത് കേട്ടോ, നിശ്ചലം എന്ന് എഴുതിക്കോളാം. ഇത് ട്രാൻസ്ലേഷൻ്റെ ഒരു പ്രശ്നമാണ്. ഇനി സി, പായൽ നിറഞ്ഞ പ്രതലത്തിലൂടെ നടക്കുമ്പോൾ തെന്നി വീഴുന്നു. വി സ്ലിപ്പ് ഓൺ എ മോസി സർഫസ്. എന്തുകൊണ്ടാണ്? പ്രതികരണ ശക്തിയുടെ അഭാവമാണ് ഇതിന് കാരണം. ആബ്സെൻസ് ഓഫ് റിയാക്ഷൻ ഫോഴ്സ് ഈസ് ദ കോസ് ഫോർ ദിസ്. നമ്മൾ പറഞ്ഞാൽ ഐസിലൂടെ നടക്കുമ്പോൾ നമുക്ക് നടക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് പായലിലൂടെ നടക്കുമ്പോൾ നമ്മൾ അവർക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട്, ഒരു ഫോഴ്സ് കൊടുക്കുന്നുണ്ട്, പക്ഷെ അവർക്ക് തിരിച്ച് നമുക്കൊരു ഫോഴ്സ് തരാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരു അവസ്ഥയിലാണ് നമ്മൾ വീഴുക. വെളിച്ചെണ്ണയിൽ നടന്നാലും ഇതാണ് അവസ്ഥ. നമുക്ക് തിരിച്ചൊരു ഫോഴ്സ്, തറ നമുക്കൊരു ഫോഴ്സ് തരുന്ന കാരണമാണ് തറയിലൂടെ നടക്കാൻ പറ്റുന്നത്. പക്ഷേ ഈ വെളിച്ചെണ്ണ അല്ലെങ്കിൽ പായലേ എന്ന് പറയുന്നതൊക്കെ എന്താണ്? ഒരു വഴുവഴുപ്പൻ എഫക്റ്റാണ്. അത് നമുക്കൊരു ബലം തരുന്നില്ല, ഫോഴ്സ് തരുന്നില്ല. അതുകൊണ്ട് എന്താണ്? അവിടെ നമുക്ക് നടക്കാൻ പറ്റില്ല. പ്രതികരണ ശക്തിയുടെ അഭാവമാണ് ഇതിന് കാരണം. എന്തിന്? തെന്നി വീഴുന്നത്. അപ്പോൾ ഇതോട് കൂടിയിട്ട് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ കംപ്ലീറ്റ് ചെയ്യുകയാണ്. ഇപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതുപോലെ നിങ്ങളുടെ ബാക്കി എല്ലാ സബ്ജക്റ്റും നമ്മൾ അപ്ലോഡ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എക്സാം ടൈമിലായി കഴിഞ്ഞാൽ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. സോ അതൊക്കെ വാച്ച് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ എല്ലാ വീഡിയോസും കാണാനായിട്ട് നമ്മുടെ ചാനലിൽ കയറിയിട്ട് പ്ലേ ലിസ്റ്റ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാച്ച് ചെയ്യുക കേട്ടോ. താങ്ക്